ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമുക്ക് ഈ സുദിനം നല്ല രീതിയിൽ നൽകിയ സർവേശ്വരനോട് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുക. താങ്ക് യു ഓൾ. ആദ്യമായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുജാമോൾ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് താമസിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു MC ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ സാറ് യൂനസ് സാറാണ് ലീഡർ. അദ്ദേഹവും ഡാനി സാറും അഭിലാഷ് സാറും എന്നെ ഹെൽപ്പ് ചെയ്തതിന്റെ ഫലമായിട്ട് 2 മാസം കൊണ്ട് എനിക്ക് 1 lakh അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫാമിലിയിലേക്ക് വരുന്നത് തന്നെ എൻ്റെ അമ്മയ്ക്ക് തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അമ്മ ഒരു 20 വർഷമായി തൈറോയിഡിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലിന്റെ മുട്ട് മാറ്റിവെക്കുന്നത് സംബന്ധിച്ച് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് 2 മുട്ടും മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3.5 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ നടുവിന് ബെൽറ്റ് ഇട്ടുള്ളതായിരുന്നു. അത് സാറ് എന്നെ വന്ന് കണ്ട് ഈ പ്രോഡക്റ്റ് പറഞ്ഞ ആ സമയത്ത് എനിക്കിതിലധികം വിശ്വാസമില്ലായിരുന്നു. പക്ഷെങ്കിലും 3.5 ലക്ഷം രൂപ അമൃതയിൽ കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ എന്തായാലും ഒരു ഭാഗ്യപരീക്ഷണം നടത്തി നോക്കാൻ വേണ്ടി ഞാൻ തയ്യാറാവുകയായിരുന്നു. അതേ തുടർന്ന് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുകയും അമ്മയ്ക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയും ചെയ്തു. ഏകദേശം ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ വണ്ണം കുറയാൻ തുടങ്ങി. അത് മാത്രമല്ല, അമ്മ കൈ കൊണ്ടൊന്നും കുനിഞ്ഞെടുക്കാറില്ല. പക്ഷെ ഞങ്ങളൊരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കാണുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അമ്മ 10 ലിറ്റർ വെള്ളം 2 കൈകളിലും പിടിച്ച് എടുത്തോണ്ട് പോവുകയും വീട്ടിലെ ജോലികളെല്ലാം ആത്മാർത്ഥമായിട്ട് ഓടി നടന്ന് ചെയ്യുന്നതാണ്. പഴയതിനേക്കാൾ കൂടുതൽ എനർജി ആയിട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി, എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന്. അതേ തുടർന്ന് ഞങ്ങൾ ആലപ്പുഴ ശങ്കേഴ്സ് ലാബിൽ കൊണ്ടുപോയി തൈറോയിഡ് ചെക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ 20 നിന്നിരുന്ന, അതായത് 150ന്റെ ഗുളികയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ആ ആൾക്ക് തൈറോയിഡ് 0.01 എത്തിയിരിക്കുന്നു. അത് ഞങ്ങളുടെ ഫാമിലിയിൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. ഇപ്പം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിനാൽ അമ്മ ടാബ്ലറ്റ് കഴിക്കുന്നില്ല. അത് ഞങ്ങൾക്ക് വളരെ അതിയായ സന്തോഷം ഉണ്ടാകുന്നു. ആയതിനാൽ ഞങ്ങള് ഫാമിലി ആയിട്ട് തന്നെ, എൻ്റെ ബ്രദറ്, അച്ഛൻ, അമ്മ, ഞങ്ങൾ എല്ലാവരും തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സംസാരിക്കാനായിട്ട് ഈ ഫോളോ അപ്പ് എന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കാൻ എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനും എപ്പോൾ വിളിച്ചാലും വർക്കിന്റെ ആവശ്യത്തിനായി ഓടിയെത്തുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡറായ അഭിലാഷ് സാറാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം അഭിലാഷ് സാർ. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുജാമോള് വളരെ മനോഹരമായി പരിചയപ്പെടുത്തിയ പേര് അഭിലാഷ് എന്നാണ്. കുറെ ആളുകൾക്ക് അറിയാം, പുതിയ ആളുകൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ബയോട്ടോറിയം ബിസിനസ് കഴിഞ്ഞൊരു 3 വർഷക്കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, കൊച്ചിയിലുണ്ടായ ആളുകളും അതേപോലെ ബയോട്ടോറിയത്തെ സംബന്ധിച്ച് വളരെ വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മുടെ രമേശൻ സാറിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളുകൾ എല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ്. നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഈ ബിസിനസ്സിൽ ചില ബ്രേക്കുകളൊക്കെ നമുക്ക് എല്ലാവർക്കും സംഭവിക്കും. അപ്പൊ അത്തരം സമയങ്ങളിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇത്തരം പ്രോഗ്രാമുകളാണ് എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സുജാമോള് ഇപ്പോ ആദ്യമായിട്ടാണ് MC സംസാരിക്കുന്നതെന്ന് സൂചിപ്പിച്ചു. ഒരു MBA കാരിയാണ്. നമുക്കറിയാം, MBA വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞൊരു ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നതും ഇന്നിപ്പോ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സുജാമോൾക്ക് ഈ ബിസിനസ്സിലൂടെ ഒരു സംശയം വേണ്ട, ഏറ്റവും ഫാസ്റ്റസ്റ്റ് അച്ചീവർ ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ബയോട്ടോറിയം ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വിചാരിക്കുന്നത് ഒരാൾ ബിസിനസ് ആരംഭിച്ച്, നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ അനുഭവമാണ്. എൻ്റെ കുടുംബത്തിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ അനുഭവം ഉണ്ടാവാം. നമ്മുടെ അനുഭവം എന്ന് വെച്ചാൽ നമ്മളൊരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും,
നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് ഇറങ്ങും. ഇതിനെ കുറ്റപ്പെടുത്തുന്ന ചുറ്റിനും നിൽക്കുന്ന കുറെ നമ്മുടെ മനുഷ്യരിൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് കളിയാക്കും. ഒന്നും കിട്ടിയ ഇന്നെന്തുണ്ട് കിട്ടി പോയിട്ട് വന്ന പോലെ കിട്ടിയ എന്ന് ചോദിച്ച് പരിഹസിക്കുന്ന ആളുകളാണ് ഉള്ളതെങ്കിൽ സുജാമോളുടെ അനുഭവം തിരിച്ചു വ്യത്യസ്തമാണ്. കാരണം അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ജ്യേഷ്ഠനാണെങ്കിലും ജ്യേഷ്ഠന്റെ വൈഫ് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും വൈറ്റോറിയൻ ഫാമിലി ആണ്. ഫുള്ളായിട്ട് അവര് എല്ലാവരും വർക്കിന് ഇറങ്ങുന്നതാണ് മറ്റൊരു പ്രത്യേകത. ഒരാളില്ലെങ്കിൽ മറ്റൊരാള് അങ്ങനെ ഒരുമിച്ച് ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുടുംബമാണ്. അതാണ് യഥാർത്ഥത്തിൽ. കാരണം ഒരു മാതൃക, നമ്മളെപ്പോഴും പറയുന്ന മാതൃക കുടുംബം എന്നൊക്കെ പറയുന്നത് പോലെ മാതൃക വൈറ്റോറിയൻ ഫാമിലിയാണ്. നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയാവുന്ന ഒരു 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 കുടുംബം തന്നെയാണ് അവരുടെ ഫാമിലി എന്നുള്ളത്. വളരെ സന്തോഷം. ഇന്നലെ അവര് അച്ഛനൊഴിച്ച് ബാക്കി എല്ലാ ട്രെയിനിങ്ങിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രോഗ്രാമിനൊക്കെ അത്ര പ്രാധാന്യം കൊടുക്കുകയും ഈ ബിസിനസ്സിന് അത്രയും നെഞ്ചിലേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആവാനായിട്ട് ഞാനടക്കം നമ്മുടെ പല അങ്ങനത്തെ തടസ്സങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിനെയൊക്കെ പൊളിച്ചെഴുത്തുകളാണ് കുറെ മനുഷ്യര് വൈറ്റോറിയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരാളാണ് സുജാമോൾ എന്നുള്ളത് ആണ്. അത് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് 2 മാസം കൊണ്ട് 1 ലക്ഷം രൂപ അച്ചീവ് ചെയ്ത് എങ്കിൽ ഇനി വരുന്ന 1-2 മാസം കൊണ്ട് വലിയ വരുമാനത്തിലേക്കാണ് എത്തുന്നത്. കാരണം എല്ലാവരും ആക്റ്റീവ് ആണെന്നുള്ളതാണ്. ഒരാളല്ല, എല്ലാവരും. ആരാണ് ഏറ്റവും മികച്ചതെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മളൊരു യാത്രയിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ യാത്രയ്ക്ക് കൂടുതൽ ഇമ്പം പകരുന്നത് അതില് നമ്മുടെ കൂടെയുള്ള മനുഷ്യര് അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കുമ്പോഴാണ് ആ യാത്രകൾ വളരെ മനോഹരമായി മാറുന്നത്. അത്തരമൊരു യാത്രയിൽ പങ്കാളിയാവാനായിട്ട് ഇന്നലെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം മെന്ററായിട്ടുള്ള രമേശ് മാഷിന്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളുകൾ, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് ഇനി പറഞ്ഞു പോകാനായിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഒന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓരോ വാക്കുകളായിട്ടൊക്കെ രേഖപ്പെടുത്തി പോയാൽ അറ്റൻഡ് ചെയ്ത നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 100 വ്യക്തികളെ ആലോചിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. എങ്കിൽ അത് 180ഓളം വരുന്ന ആളുകളിലേക്ക് അത് എത്തി എന്നുള്ളതാണ്. അത്രയും മനുഷ്യര് കൊച്ചിയിൽ തടിച്ചുകൂടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ. അപ്പൊ എല്ലാവർക്കും ഉള്ള നന്ദിയൊക്കെ ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത കുറെ ലീഡേഴ്സ് ഉണ്ട്, അവരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ എത്തിച്ചത് കൊണ്ട് ആ മനുഷ്യരിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാം നമുക്ക് ഫീൽഡിൽ കാണാൻ വേണ്ടി കഴിയും. അത്തരം ഒരു 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 ചേഞ്ചസ് ആണ് ഓരോ മനുഷ്യരിലും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അടിപൊളി ക്ലാസ് ആയിരുന്നു എന്നുള്ളത് ഓരോരുത്തരായിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് സൂപ്പർ അമേസിംഗ് ക്ലാസ്. യെസ് ഒരുപാട് പേര് കമന്റ് ആയിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേസിംഗ് ആയിരുന്നു, വളരെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരുപാട് കമന്റുകൾ നമുക്ക് കാണാം. കുറെ ആളുകൾക്ക് കമന്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ആളുകളുണ്ട്. വാല്യുബിൾ ആയിരുന്നു. ഗ്രൂപ്പുകളിലൊക്കെ നിറയെ വോയിസ് ആയിട്ടൊക്കെ കുറെ ആളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ടൈപ്പ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പല ഓരോരുത്തരും. യെസ്
ഇനി ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം, ഇതിൽ പങ്കെടുക്കാതിരുന്ന ആളുകളുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. ആ കഴിയാതിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പങ്കെടുത്ത ആളുകൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പേഴ്സണലി പറയാനുള്ളത് വളരെ വളരെ നഷ്ടമായി പോയി എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം നമുക്ക് അത്തരം പ്രോഗ്രാമുകൾ നഷ്ടമാകുമ്പോൾ സംഭവിക്കുന്നത്, ഒരു 6 മാസം നമ്മൾ പിന്നിലേക്ക് പോകുന്ന എല്ലാ പ്രോഗ്രാമുകളും, അത് ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, നമ്മളൊരു പ്രോഗ്രാം മിസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 6 മാസം ഈ ബിസിനസ്സിൽ പിന്നിലായി പോകുന്നു എന്നുള്ളതാണ്. കാരണം ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളുകളും ഇന്നു മുതൽ നിങ്ങൾക്ക് ഫീൽഡിൽ കാണാൻ വേണ്ടി കഴിയും, പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളുകളും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാത്ത ആളുകളും. എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ പ്രോഗ്രാം, ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ സിനിമയെ കുറിച്ച് പറയാനായിട്ട് വലിയ വാക്കിൽ പറയുന്ന ആളുകളുണ്ട്, അത് ചെറിയ വാക്കിൽ പറയണ്ടാവും. അതിലൊരു കാര്യം, നല്ല സൂപ്പർ സിനിമയായിരുന്നു എന്ന് പറയും. അത് മാത്രമേ നമുക്കത് പറയാൻ കഴിയുള്ളൂ. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്കത് കൃത്യമായ രീതിയിലേക്ക് നമ്മളിലേക്ക് എത്തുന്നത്. എന്നതുപോലെയാണ് ഒരു ട്രെയിനിങ്ങിനെ കുറിച്ച്. സിനിമ കണ്ടിറങ്ങിയാൽ അതൊരു അനുഭവം മാത്രമായിരിക്കും, പക്ഷെ അത് സിനിമയൊന്നും ഒരിക്കലും ജീവിതത്തിലേക്ക് പകർത്തുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം രാവിലെ തുടങ്ങി വൈകുന്നേരം 4:30 മണി വരെയുള്ള സമയം, ആ ഒരു ഇതിലൂടെ കഴിഞ്ഞു പോയ സമയത്ത് ഇതുവരെ സാധിക്കാത്ത ഒരു കാര്യം, ഒരു സെക്കൻഡ്, സാറിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞു. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ഉണ്ടായത് ആ പ്രോഗ്രാമിന്റെ, അത് ആരുടെയും ഒരു ഇതല്ല, അദ്ദേഹത്തിന്റെ ക്ലാസിന്റെ ആ ഒരു രീതി അങ്ങനെയാണ്. അതായത് ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിന്റെ ഗുണം തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ഞാൻ പേഴ്സണലി എന്റെ ലൈഫിൽ എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ അത് എന്റെ ലൈഫിൽ അത് ഞാൻ അപ്ലൈ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുറെ കാര്യങ്ങൾ, നമ്മുടെ ചില തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പിലാക്കുമ്പോൾ, അത് നടപ്പിലാക്കിയതിന് ശേഷം ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. എന്തായാലും അങ്ങനത്തെ കുറെ തീരുമാനങ്ങൾ നമ്മുടെ ലൈഫിൽ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു. എനിക്ക് വളരെ കുറഞ്ഞ സമയം മാത്രം, കാരണം അത്രയേറെ മനുഷ്യർ അവിടെ വന്നപ്പോൾ അവർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് AC വർക്ക് ചെയ്തില്ല, കുറെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികളെയൊക്കെ എല്ലാം തരണം ചെയ്തു എന്നുള്ളതാണ് അവിടെ പങ്കെടുത്ത മനുഷ്യർ കാണിച്ച ഏറ്റവും വലിയൊരു നന്മ എന്നുള്ളത്. കാരണം വേണമെങ്കിൽ അവിടെ വന്നിട്ട് ക്ഷുഭിതരാകാമായിരുന്നു. പക്ഷെ ആ പ്രോഗ്രാം അങ്ങനത്തെ ടൈപ്പ് പ്രോഗ്രാം അല്ല, നമ്മുടെ പ്രോഗ്രാമാണ്. വൈറ്റോറിയത്തിന്റെ നമ്മുടെ കുടുംബത്തിൽ നടന്ന ഒരു പ്രോഗ്രാം എന്നുള്ള നിലക്കാണ് എല്ലാവരും അതിനെ സമീപിച്ചത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത, മുന്നേ തന്നെ പറഞ്ഞിരുന്നു ബുക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമേ അവിടെ വന്നിട്ട് ബുക്കിംഗ് ഇല്ല എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നതാണ്. 110 പേരാണ് നമ്മൾ പേയ്മെന്റ് ഇട്ട് തന്നിട്ടുള്ളത്. പക്ഷെ ഇത്രയും ആളുകൾ വന്നപ്പോൾ നമുക്ക് ആ ഹോള് തികയാതെ വന്നു, AC വർക്ക് ചെയ്യാതെ വന്നു, ഒരുപാട് പ്രതിസന്ധികളൊക്കെ നമ്മൾ അവിടെ നേരിട്ട്. ഞാൻ അതിന്റെ ഒരു റിവ്യൂ നടത്തുന്നതല്ല, പക്ഷെ ഇത് നമ്മുടെ ഓരോ ആളുകളും ഏറ്റെടുത്തു എന്നുള്ളതാണ്. ആ ഏറ്റെടുത്ത സമയത്താണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിൽ നമ്മളൊരു തീരുമാനം, കാരണം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച തീരുമാനമായിരുന്നു. ഒരു മനുഷ്യൻ പോലും ഒരു നെഗറ്റീവ് കമന്റ് അവിടെ രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം അത് ഓരോ നന്മയാണ്, ഓരോ മനുഷ്യനും ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളാണ്. പല ആളുകൾക്ക് പല രീതിയിൽ വേണമെങ്കിൽ കമന്റുകളൊക്കെ രേഖപ്പെടുത്തിയിട്ട് പോവാം. ഫുഡ് കൊള്ളില്ലായിരുന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ പല കാര്യങ്ങളിലും നമ്മൾ അറ്റൻഡ് ചെയ്ത് പോരുമ്പോൾ നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറയാറില്ല. പക്ഷെ അങ്ങനെ ഒരു കമന്റ് ഉണ്ടായില്ല, മറിച്ച് എല്ലാവരും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഈ പ്രോഗ്രാമിനെ കുറിച്ചൊരു പോസിറ്റീവ് റിവ്യൂ ആണ് അതിന് ശേഷം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു പ്രോഗ്രാമുകൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. രാവിലത്തെ സൂം മീറ്റിങ്ങുകളാണെങ്കിലും നമുക്ക് കമ്പനി പ്രോഗ്രാമുകളാണെങ്കിലും എല്ലാ പ്രോഗ്രാമുകളും ഇതിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. അതിനെ കുറിച്ച് മാത്രമാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ പോയിന്റിലേക്ക് വരികയാണ്. അപ്പോ ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഫോളോ അപ്പ് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ മടിയുള്ള ആളുകൾക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഫോളോ അപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഫോളോ അപ്പിന് പ്രാധാന്യമുണ്ടെന്ന് പറയാൻ കാരണം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഫോളോ അപ്പിലൂടെ വന്നിട്ടുള്ള ആളുകളാണ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ലീഡർ, നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്ത ആള് ചെയ്യാൻ മടിയുള്ള ആളായിരുന്നെങ്കിൽ നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കില്ല, നമ്മുടെ അച്ചീവ്മെന്റുകൾ ഉണ്ടാവില്ല,
നമ്മളെ ഇതേ കണക്ക് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സിലേക്ക് അല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ബിസിനസ്സിലല്ല, ലോകത്ത് എന്ത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ബിസിനസ്സിൽ പ്രത്യേകിച്ച്. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മുടെ പ്രോജക്റ്റ് കേൾക്കുന്ന സമയത്ത്, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചിലപ്പോ ആർക്കാണെങ്കിലും, എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. എന്നെ ഈ ബിസിനസ്സിൽ പരിചയപ്പെടുത്തിയ ആള് 1 വർഷം, ഞാൻ കറക്റ്റായി പറയാൻ കാരണം 1 വർഷം എന്നെ ഈ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അതെല്ലാം ഞാൻ അദ്ദേഹത്തിന് സ്നേഹപൂർവ്വമാണ് റിജക്ട് ചെയ്തിരുന്നത്, സ്നേഹപൂർവ്വം റിജക്ട് ചെയ്തിരുന്നത്. പക്ഷെ എന്റെ ലീഡർ അതിനെ വേണ്ടിയിട്ട് എന്നെ 1 വർഷം പിന്നിൽ നടന്ന് അദ്ദേഹം ഈ ബിസിനസ്സിൽ എന്നെ കണക്ട് ചെയ്ത സമയത്ത് എന്നിലൂടെ 10,000-കണക്കിന് ആളുകൾ ഞാൻ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഈ ബിസിനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവിടെ പ്രാധാന്യമില്ല, മറിച്ച് എന്നെ ഒരാളെ കണക്ട് ചെയ്യാനായിട്ട് കാണിച്ച ഒരു അല്ലെങ്കിൽ ആ കാണിച്ച ഒരു ഫോൺ ചെയ്യാൻ മാനസികാവസ്ഥ ഇന്ന് ആർക്കൊക്കെ ഉണ്ടോ അവരെല്ലാമാണ് ഈ ബിസിനസ്സിൽ സക്സസ് ആവുന്നത്. അപ്പോ ഫോളോ അപ്പിന്റെ ഘട്ടങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, എന്താണ് ഫോളോ അപ്പ്? ഫോളോ അപ്പിന്റെ മലയാളം പിന്തുടരുക എന്നുള്ളത് തന്നെയല്ലേ. അപ്പൊ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ബിസിനസ് പ്ലാൻ കേട്ടതിന് ശേഷം നമുക്ക് പല സമയം ഒരാളെ എപ്പോ വരെ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ എന്ന് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോ അതിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നമ്മുടെ ബിസിനസ്സിൽ ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ പ്ലാൻ കേൾപ്പിച്ചാൽ അത് 1-to-1 പ്രസന്റേഷൻ ആവാം, നമ്മുടെ BOP-കളാവാം, മറ്റെന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമിലൂടെയൊക്കെ ആവാം. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തിന് പ്ലാൻ കേൾപ്പിക്കുന്നത് എന്നുള്ളതിനൊരു പ്രസക്തിയില്ല. അദ്ദേഹത്തെ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയാൽ തീരുമാനമെടുത്ത് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് ചില ആളുകൾ പറയും, ശരിയല്ലേ? ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവര് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ചില സമയം ആവശ്യപ്പെടുന്നതാണത്. അത് 24 മണിക്കൂറിനുള്ളിൽ അവരെ ഫോളോ അപ്പ് ചെയ്യാൻ കഴിയാത്ത ഒരാളെ പ്ലാൻ കേൾപ്പിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം 24 മണിക്കൂറിനുള്ളിലാണ് ഒരു മനുഷ്യന്റെ ചിന്തകൾ, അല്ലെങ്കിൽ 20,000-ലധികം ചിന്തകൾ ഒരേ സമയം കടന്നു പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ ചിന്തകളെ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ ബയോട്ടോറിയത്തെ സംബന്ധിച്ചും ബയോമാഗ്നറ്റിസത്തെ കുറിച്ചും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ ഫോളോ അപ്പ് ചെയ്യണം. നമ്മൾ ചില സമയത്ത് ഇന്നലെ ഇട്ട ഷർട്ടിന്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോ പറയാൻ കഴിയും, അല്ലെങ്കിൽ ഇന്നലെ ഇട്ട ചുരിദാർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും. ഒരു 3 ദിവസം മുന്നേ ഉള്ളത് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷെ ഓർത്തെടുക്കേണ്ടി വരും. ഒരാഴ്ച മുന്നേ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വീണ്ടും കൺഫ്യൂഷൻ ആവും. ഇനി ഒരു 10 ദിവസം മുന്നേ ചോദിച്ചാൽ അത് കൺഫ്യൂസ്ഡ് ആയി മാറും. ഒരു മാസം മുന്നേ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ തീർത്തും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോ നമുക്ക് അങ്ങനെ ഓരോ ആളുകൾക്കും നമുക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിനുള്ള പ്രാധാന്യം നമ്മൾ ഇതിൽ കണ്ടേ മതിയാവൂ. അങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ പ്രോഗ്രാമുകൾ ഫോളോ അപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വലിയ ചതി, അല്ലെങ്കിൽ വലിയൊരു കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് പ്ലാൻ കേൾപ്പിക്കാതിരിക്കുക എന്നുള്ളത്. പല ആളുകൾക്കും പ്രോഗ്രാം കേൾപ്പിക്കാനായിട്ട് ലീഡറിന്റെ സപ്പോർട്ട് വേണം, അവരെ ഉപയോഗപ്പെടുത്തും. പക്ഷെ ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യില്ല എന്നുള്ളതാണ്. ആ ഫോളോ അപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾ കണക്ട് ചെയ്ത നമ്മൾ ഓരോരുത്തരുമാണ്. അല്ലെങ്കിൽ ഞാൻ എന്റെ ലീഡറെ വിളിച്ചിട്ട് ഒരു പ്രോഗ്രാം കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഫോളോ അപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അതെന്റെയാണ്, എന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ചിലപ്പോൾ ചില ലീഡേഴ്സിന്റെ സപ്പോർട്ട് ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ ആരുമില്ല എന്ന് വരാം. പക്ഷെ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ അദ്ദേഹത്തെ കാണുക എന്നുള്ള, അദ്ദേഹത്തെ കാണുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ കാര്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറയണം എന്നുള്ളത് ഇവിടെ യാതൊരുവിധ പ്രസക്തിയില്ല. നമ്മളല്ല പറയണത്, അത് ചെല്ലുന്ന വീട്ടിലെ ആളുകൾ തന്നെ ആ ഫോളോ അപ്പിനുള്ള കാര്യങ്ങൾ അവർ തന്നെ നമ്മളോട് പങ്കുവെക്കും. അത് പങ്കുവെക്കുന്നത് ഇങ്ങനെയായിരിക്കാം, ചിലപ്പോ പൈസയുടെ കാര്യത്തിലായിരിക്കാം. നമ്മുടെ 99% ആളുകളും ഈ ബിസിനസ്സിൽ പറയുന്ന ഒരേ ഒരു ഒബ്ജക്ഷൻ ഉണ്ട്. അതെന്താണ് പറയുന്നത്? എന്ത് ഒബ്ജക്ഷൻ ആണ് നമ്മുടെ ബയോട്ടോറിയം പ്രോഗ്രാം കേൾപ്പിച്ചാൽ പറയുന്ന ഒബ്ജക്ഷൻ? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്. ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ഇട്ടുണ്ട്. എന്ത് ഒബ്ജക്ഷൻ ആണ് നമ്മുടെ ബയോട്ടോറിയത്തെ സംബന്ധിച്ച്? പൈസയാണ്
മെയിനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥ മാർക്കറ്റിൽ. ആ ഇപ്പോഴത്തെ അല്ല, എപ്പോഴത്തെയും അവസ്ഥ മാർക്കറ്റിൽ ഒരേ ഒരു ഈ പറഞ്ഞൊരു പോയിന്റ് മാത്രമാണ്. എന്താണ്? പൈസ കൂടുതലാണ്. ആ പൈസ ഇല്ല. ആ ക്യാഷ് ഇല്ല. ആ ഒരേ ഒരു ഒബ്ജക്ഷൻ മാത്രമേ എന്നും ലോകത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് ഉണ്ടാവാറുള്ളൂ, അല്ലെങ്കിൽ ഇനിയും അത് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. കാരണം പൈസ ഇല്ല എന്നുള്ള ഒബ്ജക്ഷൻ മാത്രം ഒഴിച്ചു നിർത്തിയാൽ വേറെ കാര്യമായ ഓരോ ഒബ്ജക്ഷനുകളും ബയോട്ടോറത്തെ സംബന്ധിച്ച് മറ്റു പല കമ്പനികളും ഹൈ റേറ്റ് ആണെന്നൊക്കെ പറയും, വില കൂടുതലാണെന്ന് പറയും. ഇതൊന്നും എവിടെ ചെന്ന് പറയില്ല, ആശുപത്രി കിടക്കുകളിലൊന്നും പറയാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയാ ചന്ദ്രമാഷ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാ, ഒരു ആശുപത്രിയിൽ ചെന്ന് ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ ഒരു CT സ്കാൻ ചെയ്യണം, അപ്പൊ ക്യാഷ് ഇല്ല, ഞാൻ CT സ്കാൻ ചെയ്യില്ല. അങ്ങനെ തീരുമാനിക്കോ? അതായത് 100 പേര് പോയി ഹോസ്പിറ്റലിൽ കിടന്നാൽ 100 പേര് എന്ത് പറയും? ഇത് ചെയ്തോന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ ഒരു 50,000 രൂപയുടെ ബില്ലായി, ഇത് ഞാൻ അടക്കില്ല എന്നൊന്നും ഒരാശുപത്രിയിലും ഒരു ആളുകളും പറയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഇല്ല എന്ന് പറയുന്ന ഒരേ ഒരു ഒബ്ജക്ഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് മാത്രം പഠിച്ചാൽ ഈ ബിസിനസ്സിൽ സക്സസ് ആവും എന്നുള്ളതാണ്. ഈ പൈസ ഇല്ലായ്മ നമുക്ക് പലപ്പോഴും വരുന്നത് ആവശ്യവും അത്യാവശ്യവും വെച്ചിട്ടാണ് ഒരാള് ക്യാഷിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ശരിയല്ലേ? am I right or wrong? എന്നോട് ഇന്നലെ എന്റെ പേര് ഹൈമവതി. ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ നേരത്തെ പറഞ്ഞതായിരുന്നു. ഇന്നലെ ഞാൻ ആ വഴി പോകുമ്പോ ഒന്ന് കയറിയിട്ട് ഒന്ന് മുമ്പോട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ സമയത്ത് അവര് പറഞ്ഞു, ഇപ്പോഴേതായാലും വാങ്ങുന്നില്ല, കുറച്ച് കഴിയട്ടെ, ഞാൻ വിളിക്കുക, അങ്ങനെയാ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ ജയ്മൻ സാർ കമന്റ് കൂടി ഇട്ടുണ്ട്, ഞാൻ മക്കളോട് ചോദിക്കട്ടെ എന്ന് പറയുന്ന ട്രെൻഡും കൂടി ഉണ്ട് എന്നുള്ള. അതെ, അങ്ങനെയുള്ള ട്രെൻഡും ഉണ്ട്. മക്കളോട് ചോദിച്ചിട്ട് തീരുമാനം എടുക്കും. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ട് നമ്മുടെ സമ്പാദ്യം മുഴുവൻ അവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒന്ന് മുന്നിലേക്ക് നടക്കണം പോലും വയ്യാത്ത അവസ്ഥയിൽ വീട്ടിൽ കിടപ്പാണ്. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച സമ്പത്തും അവർ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചു. മക്കൾ പറയുന്നു ഇത് ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ ജീവിതകാലം മുഴുവൻ അവിടെ കിടന്ന് വേദന അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ, നമ്മുടെ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ പറയാം എന്നുള്ള കാര്യമൊക്കെ, അല്ല ഇപ്പൊ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വിടുന്ന ആളുകളുണ്ട്. ഇത് മാത്രമേ വൈട്ടോറിയത്തെ സംബന്ധിച്ച് ഒരു ഒബ്ജക്ഷൻ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. മറ്റു പല കമ്പനികളൊക്കെ പ്രവർത്തിച്ച ആളുകളൊക്കെ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടാവാം. അവിടെയൊക്കെ പറയുന്ന ഒബ്ജക്ഷനുകളുണ്ട്, ഒരുപാട് ഒബ്ജക്ഷനുകൾ. നമ്മൾ പല പ്രൊഡക്റ്റുകളെ കുറിച്ചും പല കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, പല കാര്യം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോംപ്ലിക്കേഷനും ഇല്ല, സ്ട്രെയിറ്റ് ആണ് നമ്മുടെ കാര്യം. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവും, നമ്മുടെ ഓക്സിജൻ ലെവൽ പ്രോപ്പർ ആവും. ഒരു മനുഷ്യന് ഉണ്ടാകുന്ന 99% പ്രോബ്ലംസും ഇതിനെ ബേസ് ചെയ്തുണ്ടാവുന്നതാണ്. ഇതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആളുകളെ പറഞ്ഞു. ഒരുപാട് സയൻസും ഒരുപാട് സാമൂഹ്യ ശാസ്ത്രവും ഒരുപാട് മാത്തമാറ്റിക്സും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് പലപ്പോഴും സെയിൽസ് കിട്ടാറില്ല. സയൻസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ വളരെ ചുരുക്കി ഇത് എടുത്താൽ ഒരു മനുഷ്യൻ എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ പറയുമ്പോൾ ഒരു പ്രാധാന്യവും കൂടി അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയാൽ, അതായത് ആവശ്യമാണ്. ഞാൻ ചില സമയത്ത് ചില ആളുകളോട് ചോദിക്കാറുണ്ട്, ഇതൊരു ആവശ്യ വസ്തുവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. നമ്മളിതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും ആവശ്യ വസ്തുവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾക്കും ഇത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഈ ഫോളോ അപ്പ് സമയങ്ങളിലൊക്കെ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതൊരു ആവശ്യ വസ്തുവായിട്ട് തോന്നിയെന്ന് ചോദിക്കും. അപ്പൊ ആളുകൾ പറയും, ഭൂരിഭാഗം അതായത് 90% ആളുകളും പറയും അവശ്യ വസ്തുവായിട്ട് തോന്നിയെന്ന്. ചില ആളുകൾ ചിലപ്പോൾ ഉത്തരം പറഞ്ഞിരുന്നില്ല, അങ്ങനെ തല ആട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുള്ളൂ. അപ്പൊ ഇവര് പറയും, എന്ത് പറയും, ആവശ്യ വസ്തുവായിട്ട് തോന്നിയെന്ന് പറയും. അപ്പൊ ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യും. ഇത് ആവശ്യ വസ്തുവല്ല, അത്യാവശ്യ വസ്തുവാണ്. ആവശ്യ വസ്തു എന്നുള്ള സാധനം കൊണ്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും വാങ്ങിച്ചാൽ മതി, ശരിയല്ലേ? ആവശ്യ വസ്തു നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ മതി. പക്ഷെ അത്യാവശ്യ വസ്തു നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ തന്നെ വാങ്ങിക്കും, ശരിയല്ലേ?
അങ്ങനെയല്ലേ നമ്മളൊരു കാര്യം ചെയ്യുന്നത്? ഒരു അത്യാവശ്യം തോന്നുമ്പോഴാണ് ഒരു സാധനം വാങ്ങിക്കുന്നത്. ഇത് അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ അന്ന് തന്നെ സെയിൽസ് നടക്കും. ഇനി അത്യാവശ്യ വസ്തുവായിട്ട് നിങ്ങൾക്ക് എന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ കഴിയുന്നു അന്നായിരിക്കും ഒരാൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അവിടെ പൈസ ഇല്ലായ്മ ഒരു പ്രശ്നമായിട്ട് മാറില്ല, ഒരു തടസ്സമായിട്ട് മാറില്ല. അത്യാവശ്യമായിട്ടൊരു മനുഷ്യന് എന്ന് ഫീൽ ചെയ്യുന്നു, അവർക്ക് എന്ന് നമുക്ക് കറക്റ്റ് ആക്കി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു, അന്ന് നമുക്ക് സെയിൽസ് കിട്ടും. ഇതേ ഇതിനകത്തുള്ള ഒരു പോംവഴിയുണ്ട്. അല്ലാതെ കുറുക്കുവഴി ഒന്നും ഇതിനകത്തില്ല. അത് ഫീൽ എന്ന് ചെയ്യുന്നു അന്ന് നമുക്ക് ക്യാഷ് എടുത്ത് തരും. ഇത് തന്നെയാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ആളുകൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് കുടുംബത്തിലുണ്ടാവുന്ന ആവശ്യങ്ങൾക്ക്, അത്യാവശ്യങ്ങൾക്ക് നമ്മൾ ചിലവഴിക്കുന്നത്. ഇത് തന്നെ ആണ് നമ്മൾക്ക് പിന്തുടരേണ്ട ഒരേ ഒരു കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രൊഡക്റ്റ് അത്രക്ക് വാല്യുബിൾ ആയിട്ടുള്ളതാണ്. ഇതൊരു ക്യാഷ് കൂടി എന്നുള്ള പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിരി വരും ഉള്ളിൽ. കാരണം ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ചിലവഴിച്ചിട്ടാണ് നമ്മൾ പല ഹോസ്പിറ്റൽ കേസുകളും നമ്മൾ തരണം ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും 2 ലക്ഷം രൂപയുടെ സർജറി പറഞ്ഞു, ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു, എന്റെ അസുഖം മാറിയെന്ന് പല ആളുകളും വന്ന് നമ്മുടെ റിസൾട്ടുകൾ പങ്കുവെക്കാറുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ വില എത്രയാണ്? 10,700 കൊടുത്ത് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് അയാളുടെ ലൈഫിൽ 2 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ, 5 ലക്ഷം രൂപയൊക്കെ സർജറി പറഞ്ഞ ഒരു കാര്യം ഒഴിവാക്കി കിട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രൊഡക്റ്റിന് ഇടുന്ന വാല്യൂ എത്രയാണ്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അദ്ദേഹം ഈ പ്രൊഡക്റ്റിന് 10,000 രൂപയാണ് വിലയിടുന്നത്. ഈ പ്രാവശ്യത്തെ ഓണത്തിന് പഴയ വാഷിംഗ് മെഷീൻ മാറ്റി വാങ്ങി, അത് 10,000 രൂപ. അപ്പൊ നമ്മളത് അത്യാവശ്യം കൊണ്ടാണ് വാങ്ങിക്കുന്നത്, ശരിയല്ലേ? നമ്മുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കുന്നത്, ഇതെല്ലാം എന്ത് ചെയ്യണത്? നമ്മുടെ അത്യാവശ്യങ്ങളെ ബേസ് ചെയ്ത് മാത്രമാണ്. ഈ അത്യാവശ്യങ്ങളാണ് എല്ലാ മനുഷ്യരെയും തീരുമാനമെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് പ്രൊഡക്റ്റിന്റെ വില കൂടിയെന്ന് അല്ലെങ്കിൽ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് മരുന്ന് വാങ്ങി ഉപയോഗിച്ച് ഹോസ്പിറ്റൽ ബെഡിൽ കൊടുക്കാതിരിക്കാൻ, സ്വന്തം ബെഡിൽ കിടന്നുറങ്ങാൻ, ഹോസ്പിറ്റൽ ബെഡിൽ പോയി കിടക്കാതിരിക്കുന്ന, ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന ആളുകൾക്ക് അറിയാം ഇതിന്റെ വില എത്രയാണ്, അല്ലെ? ഹോസ്പിറ്റൽ ബെഡിൽ ഒരു തവണ നിങ്ങൾ പോയിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് നിങ്ങൾ രാവിലെ മുതൽ, അല്ലെങ്കിൽ ഇതിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു, ഇതില് ഭൂരിഭാഗം ആളുകൾക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ ഈ ആശുപത്രി വരാന്തകൾ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടാവും. ആശുപത്രി വരാന്തകളിലെ ഏറ്റവും ദയനീയമായ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. നമ്മുടെ സ്വന്തം ജീവിതത്തിലും എത്ര പൈസയുള്ളവനും ഒരു ആശുപത്രി വാസം എന്നുള്ളത് ഏറ്റവും ദുഷ്കരമായ അവസ്ഥയാണ്. ആ ഒരവസ്ഥയെ തരണം ചെയ്യാനായിട്ട് ആശുപത്രിയിൽ പോയി ഇൻഷുറൻസ്, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് 25,000 30,000 ഒക്കെ കൊടുത്തിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളുണ്ട്. ആ ഇൻഷുറൻസ് ഒരു വർഷത്തെ വാലിഡിറ്റി ആണുള്ളത്. ആ 11 മാസം കഴിഞ്ഞാൽ വീണ്ടും 25,000 കൊടുക്കണം. അങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട് അത് കൊടുക്കുന്ന ആളുകളുണ്ട്. ഇത് വരാതിരിക്കാനായിട്ടുള്ള 25 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. ഞാൻ ഇൻഷുറൻസ് അടക്കുന്ന ആളാണ്. ഇതിൽ പല ആളുകളും ഇൻഷുറൻസ് അടക്കണ്ടാവും. എന്റെ ഒരു വർഷത്തെ EMI എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 ആൾക്ക് 26,000 രൂപ ഒരു വർഷം കൊടുക്കുന്നുണ്ട്. ആ ഒരു വർഷം കഴിയുമ്പോൾ അടുത്തത് വീണ്ടും റിന്യൂ ചെയ്യുന്നുണ്ട്. അസുഖം വന്നാൽ എന്നുള്ള ഭയം കൊണ്ടാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ആ ഭയമുണ്ട്, മരണഭയമുണ്ട്. അതുകൊണ്ടാണ് മരണക്കുറി കൂടുന്നത്. നമ്മുടെ നാട്ടിൽ മരണ കുറികളുണ്ട്, അല്ലെങ്കിൽ മരണ ഫണ്ട് എന്ന് പറയും. അത് മരണത്തിന് ശേഷം നമ്മുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഖ്യ അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കണം. എന്തായാലും ഇത് സംഭവിക്കും, അല്ലെ? എന്തായാലും ആശുപത്രി കേസുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ചില ആളുകൾ പറയും, എന്റെ ഒരു വർഷം ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ട് എനിക്ക് ഒന്നും പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഇൻഷുറൻസ് എടുക്കണില്ല. അങ്ങനെ തീരുമാനിക്കുന്ന മണ്ടന്മാരുണ്ട്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. എന്നതുപോലെയാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ ഒരാൾക്ക് എപ്പോഴാണ് അസുഖം വരുന്നത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. പല ആളുകളും വിചാരിക്കുന്നത് ഇത് രോഗികൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല, രോഗികൾക്ക് കൊടുക്കാം. രോഗമില്ലാത്ത എന്റെ മകനുണ്ട്, എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, എന്റെ അമ്മയുണ്ട്, മറ്റാളുകളുണ്ട്. അവരാരും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടതില്ല. ഇത് അസുഖബാധിതർക്ക് കൊണ്ടേ കൊടുക്കേണ്ട സാധനമാണ്. വീട്ടിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടാവും, ഒരു സ്റ്റോക്ക് പോയിന്റ് എടുത്തിട്ടുള്ള ആളുകളായിരിക്കാം. അവർ ഈ പ്രൊഡക്റ്റ് ഒന്നും അവരുടെ വീട്ടിൽ ആരും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അവരെന്ത് ചെയ്യും? ഇത് പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് പുറത്തുള്ള രോഗികളെ തേടി നടക്കുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും ഓഡിറ്റോറിയത്തിൽ ഉണ്ടാകേണ്ട സാഹചര്യം ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടില് അതെല്ലാവരും ഉപയോഗിക്കുന്ന ഫാമിലികളുണ്ട് കേട്ടോ.
നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഇവിടെ ഈ ഒരു ഇതിലിരിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഗീത ചേച്ചി, അവരുടെ വീട്ടിലെ എല്ലാ കട്ടിലും ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. അങ്ങനെയും ഉപയോഗിക്കാം. നമുക്ക് നമ്മൾ പറയും, നമ്മൾ എങ്ങനെയാണ് ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത്? നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒന്ന് ഓൾമേറ്റ് കൊടുക്കണേട്ടാ. കുറച്ച് ആളുകൾ അൺമ്യൂട്ട് ആയിട്ട്. അപ്പൊ ഈ പറഞ്ഞു വന്നത്, ഈ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊരു വലിയ പാലികേറാമലയൊന്നുമല്ല, വളരെ സിമ്പിൾ കാര്യമാണ്. പക്ഷെ ഇത് നിരന്തരമായി ചെയ്യുമ്പോൾ ഇന്ന് വേണ്ട നാളെ വന്നാൽ മതി എന്ന് പറയും. ഈ ഫോളോ അപ്പിന് ചില ഒരു പ്രോബ്ലം കൂടിയുണ്ട്. നമ്മുടെ ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചെയ്യുന്നത്, ഇന്ന് ഞാൻ പ്രോഗ്രാം കേൾപ്പിച്ചു, 24 hours ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് നാളെ രാവിലെ റെഡി ആയിട്ട് അവരെ പോയി ഫോളോ അപ്പ് ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്യും, പിറ്റേ ദിവസം വീണ്ടും ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ തുടർച്ചയായിട്ട് ഒരു വീട്ടിൽ കയറി ഇറങ്ങുന്ന പ്രക്രിയ അല്ല. ദയവ് ചെയ്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് നിങ്ങളെന്നാളാ. ഇവര് ഫോളോ അപ്പ് ചെയ്താൽ പിന്നെ ഒരാഴ്ച സമയം അവര് വെറുതെ വിടുക, അതിനൊരാഴ്ചക്ക് ശേഷം ഒരു 7 days ഫോളോ അപ്പ് ചെയ്യുക. ഇതിന് കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താലാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇന്ന് ഫോളോ അപ്പ് ചെയ്ത്, നാളെ ഫോളോ അപ്പ് ചെയ്ത്, മറ്റന്നാൾ ഫോളോ അപ്പ് ചെയ്ത്, അതിനുശേഷം അവിടെ ചെല്ലുമ്പോൾ അവരെന്ത് പറയും? എന്റെ പൊന്നളിയ, ദയവ് ചെയ്ത് രാവിലെ തന്നെ വന്ന് വീടിന്റെ വാതിക്കിരിക്കല്ലേ. ഞാൻ അത് അവർക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ പോലും എന്ത് ചെയ്യൂല. നമ്മുടെ അസഹനീയമായ ഫോളോ അപ്പ് കൊണ്ട് അവരെന്ത് ചെയ്യും? അവർ വേണ്ടാന്ന് വെക്കും. കാരണം ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ ഇതേ പണി തന്നെ ചെയ്യണ്ടേ, ഇവർ എത്ര ദിവസം എന്റെ വീടിന്റെ വാതിക്കോ നിൽക്കണത് എന്നുള്ള രീതിയിലേക്ക് മാറും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ചില ആളുകൾ കണ്ണുമടച്ച് വിശ്വസിക്കും. ബ്ലൈൻഡ് ബിലീഫ് എന്ന് പറയും. കണ്ണുമടച്ച് വിശ്വസിക്കുക എന്നാണ് ഈ പറയുന്ന കാര്യത്തിലാണ് വിശ്വസിക്കേണ്ടത്. കണ്ണുമടച്ച് ഈ കാര്യങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് കൃത്യമായി കേട്ടിട്ട് വേണം നിങ്ങളത് പ്രയോഗിക്കാനായിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും കയറി ഇറങ്ങുന്ന പ്രക്രിയയല്ല ഈ ഫോളോ അപ്പ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക. ഈ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മളെ സംബന്ധിച്ചുള്ളൂ. ഇനി പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ ഫോളോ അപ്പുകളുണ്ട്. ഇതാണ് പലപ്പോഴും നമ്മുടെ സെയിൽസിനെ കൂട്ടുന്നതും കുറക്കുന്നതും. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സെയിൽസ് കൂട്ടുന്നത്, ചില ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്തതിന് ശേഷം 100 കണക്കിന് സെയിൽസുകൾ വരുന്നു. ചില ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്തതിന് ശേഷം ഒരു പ്രൊഡക്റ്റ് പോലും പിന്നെ സെയിലായി പോകുന്നില്ല എന്നുള്ള സാഹചര്യവും ഉണ്ടാകാറുണ്ട്. എങ്ങനെയാണത്? നമ്മൾ ഓരോരുത്തരും പ്രൊഡക്റ്റ് കൊടുക്കുന്ന അതിന്റെ പ്രൊഡക്റ്റിന്റെ റീഫോളോ അപ്പുകളുണ്ട്. പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ അവര് കൃത്യമായ രീതിയിൽ ഒരു ദിവസം നമ്മൾ ഇന്ന് പ്രൊഡക്റ്റ് കൊടുത്ത് അതെങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഇത് ഫിസിക്കൽ മീറ്റിങ്ങുകളിലൊക്കെയാണ് കുറച്ചുകൂടിയൊക്കെ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇതിന്റെ പരിമിതികൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് പ്രൊഡക്റ്റ് കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്, മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കും ചില ആളുകൾ. അതായത് ആളുകളുടെ എക്സൈറ്റ്മെന്റ് ആണ്. ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചില ആളുകൾക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും, ചില ആളുകൾക്ക് റിസൾട്ട് വൈകിയാണ് കിട്ടുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുക. പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് ചെയ്യേണ്ട പണിയല്ല എന്താണ്, എങ്ങനെയുണ്ട്, മാറ്റം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒരാൾ എന്തായിരിക്കും പറയുന്നത്? ഈ പ്രോഡക്റ്റിന് ഒരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചില ആളുകൾക്ക് നല്ല ഉറക്കം കിട്ടും. എല്ലാവർക്കും നല്ല ഉറക്കം കിട്ടും. പക്ഷെ ആദ്യമായി ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ശരിയാണോ? അനുഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? നന്നായി ഉറങ്ങിയിരുന്ന ആള് ഉറക്കമില്ലാതെ മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? യെസ്, ഉണ്ട്. യെസ്, ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവാറുള്ളത്? നല്ല ഉറക്കം കിട്ടേണ്ട ഒരു സാധനത്തിൽ അപ്പൊ നമ്മുടെ ചിന്തകൾ ഉണ്ടാകുന്നതാണ്. ചില ആളുകൾ ആലോചിക്കും നല്ല ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കൊണ്ടേ കൊടുത്തിട്ട് അയാൾ ഉറങ്ങിയില്ല, അയാളുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ഒരാഴ്ചയായിട്ട് അദ്ദേഹത്തിന് മര്യാദക്കുള്ള ഉറക്കമേ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ പത്തനാപുരം നമ്മുടെ ഡോക്ടർ രാജു സാറൊക്കെ വളരെ വ്യക്തമായിട്ട് പറയാറുള്ള ഒരു പോയിന്റാണ് ഇംപ്രൂവ്മെന്റ് റിയാക്ഷൻ നമ്മുടെ ഓരോ മനുഷ്യർക്കും ഉണ്ടാവാറുണ്ട്. അത് വ്യത്യസ്തമായ രീതിയിലാണ്. യെസ്, നമ്മൾ കഴിഞ്ഞ ദിവസം
മലപ്പുറത്ത് ഞാനത് സൂചിപ്പിച്ചതാണെന്ന് തോന്നുന്നു. മലപ്പുറത്ത് നമ്മുടെ സജി എം പീറ്റർ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ലീഡർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന് ഈ പ്രോഡക്റ്റ് കൊണ്ടേ കൊടുത്ത ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന് ഈ പ്രോഡക്റ്റ് കൊണ്ടേ കൊടുത്ത് അദ്ദേഹത്തിന്റെ വൈഫിന് ചില പ്രശ്നങ്ങളുണ്ട്. അവർക്ക് കുറച്ച് ഉറക്കമില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ ഈ പ്രോഡക്റ്റ് കൊടുത്ത് അദ്ദേഹത്തിന്റെ വൈഫ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു അബദ്ധത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ യൂനസ് ഉണ്ട്, ഞാനുണ്ട്, സുധിച്ചനുണ്ട്. ഞങ്ങള് ഇതിനെ കുറിച്ച് പറയുമ്പോൾ യൂനസ് ഭായി ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു ചില ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു വ്യക്തി പറഞ്ഞത് അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ മേഖലയിലേക്ക് വരുന്നത് എന്നുള്ള പരിമിതി കൊണ്ട് അദ്ദേഹം പറഞ്ഞു നല്ല ഉറക്കം കിട്ടും, ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഫുള്ള് ഗ്യാരണ്ടി പറയണ് ഇത് അങ്ങനെ റിസൾട്ട് കിട്ടുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആൾക്ക് ഈ പ്രോഡക്റ്റ് കൈമാറുന്നത്. അതിനും അപ്പൊ തന്നെ നമ്മൾ അതിന് ഖണ്ഡിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയല്ല പറയേണ്ടതെന്ന് പറഞ്ഞപ്പോ ഞാൻ ഉറപ്പ് പറയുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ചില അബദ്ധ വാക്കുകൾ സംഭവിക്കുന്ന ഒരു അപകടം നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അതായത് നമ്മുടെ ശരീരത്തെ, ഓരോ മനുഷ്യന്റെ ശരീരത്തിലേക്കും ഈ പ്രൊഡക്റ്റിന്റെ ഉപയോഗം കൊണ്ട് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈഫിന് സംഭവിച്ചത് ആൾക്ക് പെട്ടെന്ന് ബോഡിയിലേക്ക് ആദ്യത്തെ ദിവസം 2 മണിക്കൂർ അധികമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു, പിറ്റേ ദിവസം രാവിലെ സന്തോഷം രേഖപ്പെടുത്തി. എന്നാൽ അതിന് ശേഷമുള്ള ദിവസം ഈ വ്യക്തിക്ക് ഉറക്കം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കാരണം അവര് ഡിപ്രഷന്റെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവർക്ക് കൂടുതൽ അവര് ഇതിലേക്ക് വന്നു. ഇതിന്റെ ആ ഒരു ആ ബോഡിയിലേക്ക് റിയാക്ട് ചെയ്യുന്ന ഒരു സമയത്ത് അവര് വളരെ വളരെ മോശം അവസ്ഥയിലേക്ക് പോയി അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പൊ ഇതൊരു ഇതിന്റെ ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം നിങ്ങൾ എടുക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടായ സാഹചര്യം ആരെങ്കിലും ഒരു മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ ഈ പ്രോഡക്റ്റ് അങ്ങനെ പറഞ്ഞു തന്നെ കൊടുക്കണം. ആദ്യം വെള്ളം കുടിക്കലും നമ്മുടെ റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടുകയും ഒക്കെ ചെയ്തിട്ട് വേണം ഒറ്റയടിക്ക് നമ്മൾ പിറ്റേ ദിവസം തന്നെ അന്ന് തന്നെ ബെഡിലേക്ക് കിടക്കാനായിട്ട് അത്തരക്കാരോട് പറയരുത് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധ്യം ഉണ്ടാവണം. പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഇങ്ങനെ സംഭവിച്ചപ്പോ അവര് ഫുള്ള് നെഗറ്റീവായി മാറി എന്നുള്ളതാണ്. ആ വ്യക്തി നീ പറഞ്ഞത് ഉറക്കം കിട്ടുമെന്നല്ലേ പറഞ്ഞത്, മറ്റു കാര്യങ്ങളൊന്നും ഓർത്തില്ല. അതിൽ പറഞ്ഞ ഒരേ ഒരു പോയിന്റിലാണ് അദ്ദേഹം പിടിച്ചു നിന്നത്. എന്നോട് പറഞ്ഞത് എന്താണ്, ഈ പിറ്റേ ദിവസം നല്ല രീതിയിൽ അല്ലെങ്കിൽ അന്ന് തുടങ്ങി ഉറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് എനിക്ക് ഉറക്കം കിട്ടിയില്ല. പിന്നെ എന്ത് പറഞ്ഞിട്ട് ആളുടെ തലയിൽ കയറുന്നില്ല എന്നത് ഒരാളോട് സംസാരിക്കണ്ട, എന്നോട് പറഞ്ഞത് ഇതാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് പ്രൊഡക്റ്റ് വേണ്ട, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. എനിവേ നമുക്കൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് വെറുതെ ഒരു പഴംതുണിയല്ല നമ്മൾ അവർക്ക് കൊണ്ട് കൊടുക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് മനുഷ്യരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കിയ ഒരു സാധനമാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കെങ്കിലും മിനിമം ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ബിസിനസ് കൂടുതൽ മനുഷ്യരിലേക്ക് പോകുന്നത്, കൂടുതൽ ആളുകളിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ ഫോളോ അപ്പുകൾ, പിറ്റേ ദിവസം അവര് എങ്ങനെയുണ്ട്, വെള്ളം കുടിച്ചോ, നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് നല്ല ഉറക്കം കിട്ടിയോ എന്നല്ല ചോദിക്കേണ്ടത്, നല്ല മാറ്റം ഉണ്ടായോ എന്നുള്ള, വെള്ളം കുടിക്കുന്നുണ്ടോ, കയ്യിൽ റിസ്റ്റ് ബാൻഡ് കെട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുക. ഇത് ഒരു 2-3 ദിവസങ്ങളൊക്കെ ആവർത്തിച്ച് അത് ഇടവിട്ടുള്ള ദിവസങ്ങൾ ചോദിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ ഉറക്കം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുക. അവര് തന്നെ പങ്കുവെക്കും എന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം അവർക്കുണ്ടായ മാറ്റങ്ങൾ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ, കൊടുത്തിട്ടുള്ള ആളുകൾ അവർ കൃത്യമായ രീതിയിൽ നമ്മളോട് പറഞ്ഞു വെക്കും. 1 മണിക്കൂർ കൊണ്ട് ഉറങ്ങിയ ആളുകളും ഉണ്ട് ഈ പ്രോഡക്റ്റിൽ. അങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇത് അതായത് ഒരു ചെറിയ പെർസെന്റേജ് ആളുകൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതുപോലും നമുക്ക് നെഗറ്റീവായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ പോയിന്റുകൾക്ക് പോലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ഇട കൊടുക്കരുത് എന്നുള്ളത് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാറുള്ളത്. ഞാൻ കൊടുത്തിട്ടുള്ളത് ഭൂരിഭാഗം ആളുകൾക്കും നല്ല ഉറക്കം കിട്ടിയ ആളുകൾ തന്നെയാണ്. പക്ഷെ ആ അനുഭവം മാത്രമല്ല നമ്മൾ പങ്കുവെക്കേണ്ടത്, കിട്ടാത്ത അനുഭവവും കൂടി നമ്മൾ പറഞ്ഞു പോയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്മൂത്ത് ആയിട്ട് പോകും. അതോടൊപ്പം തന്നെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ, അസുഖബാധിതരെ മാത്രം തേടി പോകുമ്പോൾ പറ്റുന്ന ഒരു അപകടം കൂടിയുണ്ട്. ഇതാണ് തിരിച്ച് സെയിൽസ് വരാത്തത്. എന്തുകൊണ്ടാണ്? ഞാൻ എന്റെ വീടിന് കുറച്ച് അപ്പുറത്തായിട്ട്, അതായത് ഒരു തൊട്ടടുത്ത പഞ്ചായത്തിൽ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു. 18 വർഷമായിട്ട് സ്ട്രോക്ക് ബാധിച്ച് കിടന്ന ആള്, അദ്ദേഹം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച്
അദ്ദേഹം അതായത് കിടപ്പിലായി പോയതായത്, സ്ട്രോക്ക് ബാധിച്ചിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഡക്റ്റ് സോറി ആ ഒരു മെസ്സേജ് ഒന്ന് ജസ്റ്റ് വായിച്ചോട്ടെ. വീട്ടിൽ പോയി പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞ് പിറ്റേന്ന് തന്നെ അവർ വിളിച്ച് പ്രൊഡക്റ്റ് വേണമെന്ന് വിളിച്ച് പറഞ്ഞു. അന്ന് തന്നെ കൊടുത്ത് ഞായറാഴ്ച 4 ദിവസമായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വേദന കുറഞ്ഞു വന്നു, ഒരു പ്രൊഡക്റ്റ് കൂടി വേണമെന്ന്. അതെ, ഇങ്ങനെയുള്ള അനുഭവങ്ങളും നമുക്ക് ഉണ്ടാവും, മറിച്ചുള്ള അനുഭവങ്ങളും വന്നേക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സൂചിപ്പിച്ചത്. നമ്മുടെ പ്രൊഡക്റ്റ് അങ്ങനെയാണ്, ആളുകളിലൂടെ, അതായത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പങ്കുവെക്കുന്നത് നമ്മുടെ അനുഭവങ്ങളാണ്. അങ്ങനെ തന്നെ ആണ് ഈ പ്രൊഡക്റ്റ് പോകുന്നതും ഈ പ്രൊഡക്റ്റ് അവിടെ വെച്ച് അതായത് സെയിൽസ് കിട്ടാതെ വരുന്നതും ഈ ഇത്തരം ആളുകളുടെ പങ്കുവെക്കലുകൾ കൂടിയാണ്. അങ്ങനെ പങ്കുവെക്കലുകൾ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഈ 13 വർഷമായിട്ട് കിടന്നുപോയ അയാൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് അദ്ദേഹത്തിന് മാറ്റമുണ്ടായി. അദ്ദേഹം എഴുന്നേറ്റ് നടന്നു. നല്ല മാറ്റം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം ഇപ്പോ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നടക്കുന്നു. അപ്പൊ ആ പ്രദേശത്തുള്ള ആളുകൾ പറഞ്ഞ ഒരു കമന്റ് ഇതാണ്, എത്ര നാൾ ഇങ്ങനെ നടക്കും എന്നറിയില്ല, എന്തോ ഒരു സാധനം കൊടുത്തപ്പോ കിടന്നുപോയ ആള് എഴുന്നേറ്റ് കിടപ്പുണ്ട് എന്നുള്ള അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയുന്നത് അദ്ദേഹം ധ്യാനം കൂടിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ആ മാറ്റം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ പറയുന്ന ആളുകളും ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. ഇതെന്റെ പേഴ്സണൽ അനുഭവം ഉണ്ടോ. പല ആളുകൾക്കും പല ഷുഗർ, ഒരാൾക്ക് ഇൻസുലിൻ എടുക്കേണ്ട ഘട്ടം വരെ എത്തിയ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഷുഗർ കൺട്രോൾ ആയപ്പോൾ അദ്ദേഹവും പറഞ്ഞ ഇതേ അനുഭവമാണ്. ഞാൻ ധ്യാനം കൂടിയ സമയത്ത് എന്റെ ഷുഗർ മാറി. ചില ആളുകളുണ്ട്, ഞാൻ കണ്ട ഡോക്ടർ അദ്ദേഹം സൂപ്പർ ആയിരുന്നു കേട്ടോ, അദ്ദേഹത്തിന്റെ മരുന്ന് കഴിച്ചപ്പോ എന്റെ ഷുഗർ കൺട്രോളിലേക്ക് വന്നു. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് ഒരാളുടെ ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ ഷുഗർ ഇതായി മാറിയെന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മളൊന്ന് സ്പെഷ്യലി ആദരിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത് സാധ്യത കുറവാണ്. പക്ഷെ ഇവിടെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഒരാൾക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഓരോ മനുഷ്യരും നൂറുകണക്കിന്, അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, ഒരു ആപ്പിള് മുറിച്ചിട്ട് അതിനകത്ത് എത്ര കുരു ഉണ്ടെന്ന് എണ്ണാൻ വേണ്ടി കഴിയും. പക്ഷെ ഒരു കുരു അതിനകത്ത് നിന്നിട്ട് മുളപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എത്ര ആപ്പിൾ ഉണ്ടാവുമെന്ന്, ആ മരം വലുതായി എത്ര ആപ്പിളുകൾ ഉണ്ടാവും നമുക്കൊരിക്കലും എണ്ണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ മനുഷ്യരും ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഈ ഫോളോ അപ്പിന് അത്രയധികം പ്രാധാന്യമുണ്ട്. ഓരോ ആളുകളിലേക്കും ഈ പ്രൊഡക്റ്റ് എത്തിക്കുന്ന സമയത്ത് അവരിലൂടെയാണ് നമ്മുടെ ഈ ബിസിനസ് ഡെവലപ്പ് ആയിട്ടുള്ളത്. മനോജ് സാർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം 3.5 ലക്ഷം ആളുകളിലേക്കാണ് ഈ ബിസിനസ് പോയിട്ടുള്ളത്. അതിലൂടെ ഇനി ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത് പോകാൻ വേണ്ടി പോകുന്നു. അതിന്റെ ഒരു വലിയ സൂചനകൾ ഇന്നിപ്പോ നമ്മുടെ എന്റെ കേരളത്തിൽ ആ ഒരു ലെവലിലേക്കാണ് ഈ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫോളോ അപ്പിനുള്ള പ്രാധാന്യം നിങ്ങൾ ഒരിക്കലും കുറച്ചു കാണരുത്. കൃത്യമായ ഇടവേളകളിൽ തന്നെയാണ് അത് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ ദിവസവും കയറി ഇറങ്ങി നടക്കുന്ന പണിയല്ല ഈ ബിസിനസ് എന്നുള്ളത്. നമ്മൾ ഒരാൾക്ക് പ്ലാൻ കൊടുത്താൽ പിറ്റേ ദിവസം അടുത്ത ആൾക്ക് പ്ലാൻ കൊടുക്കുക, അതിനുശേഷം മറ്റൊരാൾക്ക്. അപ്പൊ നമുക്ക് ഈ ഫോളോ അപ്പിന്റെ ഒരു സുഖം കിട്ടും. 1-2 പേർക്ക് പ്ലാൻ കൊടുത്തതിന് ശേഷം എന്റെ ആളുകൾ തീർന്നു എന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ ഭൂരിഭാഗം ആളുകളും. അത് മാറ്റി നിർത്തിയാൽ കൂടുതൽ ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യും, അവരിലേക്ക് ഫോളോ അപ്പ് നമുക്ക് പോകാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ഇല്ലാത്ത ആളുകൾക്കാണ് 1-2 പേർക്ക് പ്ലാൻ കൊടുത്തതിന് ശേഷം പിന്നെ ഫോളോ അപ്പ് അവരെ മാത്രമല്ലേ ചെയ്യാനുള്ളൂ. കാരണം എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ പോകാം, പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം, എന്നിട്ട് പറയും ഞാൻ പറഞ്ഞിട്ട് ആരും എടുക്കല്ല, എന്റെ പരിപാടി ഇവിടെ തീർന്നു എന്ന് പറയുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. ഈ ബിസിനസ്സിൽ സക്സസ് ആവാത്ത ആളുകൾക്കുള്ള ഒരേ ഒരു എക്സ്ക്യൂസസ് അത് തന്നെയാണ്. എനിവേ, ഈ ഫോളോ അപ്പിനെ കുറിച്ച് എനിക്ക് അതാണ് മെയിൻ ആയിട്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ഫിസിക്കൽ പ്രോഗ്രാമുകളിലും മറ്റ് പ്രോഗ്രാമുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാമെന്നുള്ളത്. ഇതൊരു വലിയൊരു സബ്ജക്ട് തന്നെയാണ്. വളരെ നിസ്സാരമാക്കിയിട്ട് വളരെ ചെറുതാക്കിയിട്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഇതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതൊക്കെ ഇതെല്ലാം നമ്മുടെ കൺട്രോളിലായിരിക്കുക. എപ്പോഴും നമ്മുടെ രമേശ് സാറിന്റെ പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും നമ്മളെ അങ്ങനെ ആ ഒരു രീതിയിലേക്ക്, അതായത് നമ്മുടെ ഒരു ഫ്രീക്വൻസി ലെവൽ കൂട്ടി നിന്ന് കഴിഞ്ഞാൽ ആളുകൾ നമ്മുടെ ഇതിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇന്നലെ മറ്റൊരു സന്തോഷവും കൂടിയുണ്ട്. ഈ ഒരു കുടുംബത്തിൽ അടുത്തൊരു 1 CR അച്ചീവർ കൂടി നമ്മുടെ കേരള ബയോട്ടോറിയം നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ നമ്മുടെ ഡാനി സാറ്
1 CR അച്ചീവർ എന്നുള്ള ലെവലിലേക്ക്, അതായത് ഈ ബിസിനസ്സിലൂടെ 100 ലക്ഷം 1 കോടി രൂപ ബിസിനസ്സിലൂടെ സ്വന്തമാക്കിയ നമ്മുടെ ലീഡർ നമ്മുടെ ഈ പ്രോഗ്രാമിലുണ്ട്. ഇന്നലെ അദ്ദേഹത്തെ ആദരിച്ചു. വളരെ പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് വലിയ പരിപാടികളൊന്നും നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. വളരെ വളരെ സന്തോഷവാന്മാരും സന്തോഷവതികളുമാണ് നമ്മൾ ഓരോരുത്തരും. കാരണം നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിനെ നമ്മൾ 10 മാസം കൊണ്ട് അദ്ദേഹം അച്ചീവ് ചെയ്ത് ഒരു മാതൃക കാണിച്ചു തന്നു. അതിനുശേഷം കുറെ ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഇന്നിപ്പോ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ലീഡറാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡാനി സാറ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം നമ്മളോട് ഇടപെടുന്നതും ഒരു അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സൗഹൃദത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന ഒരു കരുണയും അല്ലെങ്കിൽ ഒരു കരുതലും ഒക്കെ നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളോട് എങ്ങനെയാണോ ഇടപെടുന്നത് ആ രീതിയിലാണ് അദ്ദേഹം നമ്മളോട് ഇടപെടുന്നത്. പ്രത്യേകിച്ച് ഒരു മറുത്തു ഒരു അഭിപ്രായം അദ്ദേഹത്തെ കുറിച്ചില്ല. നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡാനി സാർ. അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് നമ്മുടെ ഓരോരുത്തരുടെയും അച്ചീവ്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ മാത്രം അച്ചീവ്മെന്റ് അല്ല, നമ്മുടെ ഓരോരുത്തരുടെയും അച്ചീവ്മെന്റ് ആണ്. നമുക്ക് അച്ചീവറായി. ഇംഗ്ലീഷിൽ പറയണെന്നതാണ്. ഇപ്പൊ പറഞ്ഞാലേ ഇംഗ്ലീഷിൽ ഇപ്പൊ പറഞ്ഞ പെർഫെക്റ്റ് വേണമെന്ന്. അതിന്റെ മലയാളം പറഞ്ഞാൽ മതിയാ? എനിവേ പെർഫെക്റ്റ് മാൻ, ദി കംപ്ലീറ്റ് മാൻ, അങ്ങനെയൊക്കെ പറയാം നമുക്ക് കേട്ടാ. ഡാനി സാറിന്റെ ഒരു ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ മിനിറ്റ് സാർ ഉണ്ടാ? ഞാനത് തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇട്ടല്ല. എനിവേ ഫോട്ടോ വേണ്ട, അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. ഇപ്പൊ തന്നെ അദ്ദേഹത്തെ വിളിക്കും. ഡാനി സാറിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. കാരണം പല കമ്പനികളിലും 5ഉം 10ഉം വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരാള് 1 കോടി രൂപയൊക്കെ അച്ചീവ് ചെയ്യുന്നത്. പല കമ്പനികളിലും വർക്ക് ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടാവും. പക്ഷെ ഈ കഴിഞ്ഞ ഒരു 3.5 വർഷം കൊണ്ട് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഇവിടെ വിജയം എന്നുള്ളത് ആരുടെയും കുത്തകയല്ല. ഇന്ന് ഡാനി സാർ അത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അത് നമ്മുടെ ഓരോരുത്തരുടെയുമായിട്ട് മാറും. കാരണം ഒരാള് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയപ്പോൾ പലപ്പോഴും അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമായിരുന്നു എന്നാണ് ധരിച്ചിരുന്നത്. പിന്നീട് ഇന്നിപ്പോ എടുത്ത് നോക്കിയാൽ ഏത് കൈയില്ലാത്തവനും കാലില്ലാത്ത ആളുകളും ഒക്കെ ആ എവറസ്റ്റ് കീഴ്പ്പെടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കീഴടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഒരാൾ തെളിയിച്ചു കഴിഞ്ഞാൽ അത് അതിലേക്ക് എത്തുന്നുണ്ട്. ആദ്യമായി ഉസൈൻ ബോൾട്ട് ആ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറിയ സമയമെടുത്ത് 100 മീറ്റർ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് ആളുകൾ ആ ലെവലിലേക്ക് എത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്പീഡിൽ ഓടിയാൽ മരിച്ചു പോകുമെന്ന് വരെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഡാനി സാർ ഇതിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഡാനി സാറിനെ നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2 വാക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഡാനി സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഞാൻ ആദ്യം തുടങ്ങി തന്നെ പ്രോഗ്രാമിലുണ്ട്. പലപ്പോഴും വീഡിയോ ഓൺ ആക്കാറില്ലെന്ന് മാത്രമുണ്ട്. പക്ഷെ എല്ലാ പ്രോഗ്രാമുകളും ദിവസവും വീക്ഷിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാൻ. പലപ്പോഴും ഫ്രണ്ടിൽ വരുന്നില്ല മാത്രമല്ല, പക്ഷെ ബിഹൈൻഡ് ദ കർട്ടൻ ഞാൻ അന്നും ഇന്നും എന്നും ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് നമ്മൾ ഈ ഒരു ബയോട്ടറിയത്തിൽ തരുന്നത്. അതിവ തന്നെ ഇന്നത്തെ സൂം ചെയ്ത സുജാമോൾ വളരെ വ്യക്തമായിട്ട് തന്നെ പലപ്പോഴും ഇവർക്കൊക്കെ അവസരങ്ങൾ കിട്ടാത്തതായിരിക്കാം ഇതേപോലെ പെർഫോം ചെയ്യാതെ മാറി നിൽക്കുന്നത്. കാരണം നമ്മളുടെ കഴിവ് എന്താണെന്ന് നമുക്ക് അവസരം കിട്ടിയാൽ മാത്രമേ പലർക്കും ചെയ്യാൻ അല്ലെങ്കിൽ കാണിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പലർക്കും അവസരം കിട്ടാതെ വരുമ്പോഴാണ് നമ്മളുടെ കഴിവ് എന്താണെന്ന് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാത്തത്. ഞാൻ പറയുന്നത് അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതുപോലെ മനോജ് സാർ ആയിക്കോട്ടെ, നമ്മളുടെ എല്ലാ ലീഡേഴ്സും ഇതേപോലെ അഭിലാഷ് സാർ ആയിക്കോട്ടെ, നമ്മളുടെ പുതിയ ആളുകൾ ഈ പ്രോഗ്രാമിലേക്ക് പെൻസ് ചെയ്യാനായിക്കോട്ടെ അല്ലെങ്കിൽ പ്രോഗ്രാം നടത്താനായിക്കോട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്.
എന്തോ ഇത് ഈ ഒരു വിജയം ഇപ്പോ ഏകദേശം 1 കോടി രൂപയിലധികം കഴിഞ്ഞത് ഇതൊരിക്കലും എന്റെ ഒരു കഴിവ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഒരു നിമിത്തം എന്ന പോലെ ഈ വിയട്ടോറിയൻ കമ്പനിയിലേക്ക് വന്നു. ആനണിക്കുട്ടി സാർ ആണ് അദ്ദേഹത്തെ പ്രത്യേകം ഈ ഒരു വിജയം കൈവരിച്ചതിന് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നത്. ശശി സാർ നമ്മളെ വിട്ടുപിരിഞ്ഞ വ്യക്തിയാണ്. സക്കറിയ സാർ, അതുപോലെ മനോജ് സാർ, അതുപോലെ എന്റെ കൂടെ ചങ്കായിട്ട് നിന്ന ഉത്തമൻ സാർ, പിന്നെ നമ്മളെ വിട്ടുപോയ സേവിയർ സാർ, അദ്ദേഹത്തിന്റെ പേരും എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. എന്തൊക്കെയാണെങ്കിലും ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ വിജയത്തിലും അദ്ദേഹം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒത്തിരി ലീഡേഴ്സ് ആണെങ്കിൽ MP രാഘവൻ സാർ, ബെന്നി സാർ, സുരേഷ് സാർ, ഒത്തിരി ആളുകളെ ഞാൻ പേരുകളൊന്നും വെക്കില്ല. അഭിലാഷ് സാർ ആയിക്കോട്ടെ, നമ്മുടെ ജയ്മോൻ, യൂനസ് സാർ, ഇതുപോലെ ഒത്തിരി ലീഡേഴ്സ് ഉണ്ട്. ഇവര് നിങ്ങളോടൊപ്പമുള്ള ആ ഒരു സഹവാസമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത മാസം 8-ാം തീയതിയാണ്, അടുത്ത മാസം നവംബർ 8-ാം തീയതിയാണ് ഈ ബയോട്ടോറിയം എന്ന കമ്പനി കേരളത്തിലേക്ക് വന്നത്. ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നത് തീർത്തും നൂതനമായിട്ടുള്ള ഒരു ആശയം തന്നെയായിരുന്നു. ഇത് കേൾക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള, ഇതിനു മുമ്പ് ഏകദേശം ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പേ ഇതേപോലുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ജനങ്ങൾ ഇത് ഏറ്റെടുത്തിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള 1 ലക്ഷം രൂപ എടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ്, അത് ഏകദേശം ഒരു 15-20 വർഷം മുമ്പ് 1 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് ഭീമമായിട്ടുള്ള എമൗണ്ടാണ്. ആ പൈസ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നുള്ള. പക്ഷെ ആ സമയത്തൊക്കെ ഇതേപോലുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിറ്റഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അതൊരു സമൂഹത്തിന്റെ പ്രത്യേക ഒരു കാറ്റഗറൈസ് ചെയ്ത ആളുകളുടെ കയ്യിൽ മാത്രം ആ ഒരു ബിസിനസ് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് കോടികൾ വാങ്ങിച്ച ആളുകളുണ്ട്, അസുഖം ഭേദമായ ആളുകളുണ്ട്. പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഒരിക്കലും മനസ്സിലായില്ല ഇതിൽ കിടന്നു എങ്ങനെയാണ് അസുഖം മാറ്റുന്നത് എന്നുള്ള ഒരു ചിന്ത അന്നും ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് പല ആളുകളും അതിൽ നിന്ന് വിട്ടുനിന്നു. പക്ഷെ കുറെയൊക്കെ ആ ഒരു കാറ്റഗറൈസ്ഡ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ബിസിനസ് ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് മാറിപ്പോയി എന്നുള്ളതാണ്. അതിനുശേഷമാണ് വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡി ആയിട്ട് കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കയ്യിൽ കെട്ടാവുന്ന കുറച്ചും കൂടി നൂതനമായിട്ടുള്ള ഒരു ആശയം നമ്മളുടെ പ്രിയങ്കരനായ സാഗർ ജോഷി സാർ അത് അവതരിപ്പിച്ചത്. അത് തീർച്ചയായിട്ടും ക്ലിക്കായി എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ അവരുടെ മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100 കണക്കിന് അല്ലെങ്കിൽ 1000 ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. കാരണം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഗുണം കിട്ടിയ ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അന്ന് ഇപ്പൊ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കസ്റ്റമറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. 2, നിങ്ങൾ ഉപയോഗിച്ച് ഗുണം കിട്ടിയ ആൾക്കാരാണ്, ഗുണഭോക്താക്കളാണ്, ഗുണം കിട്ടിയ വ്യക്തികളാണ്. അതേപോലെ നിങ്ങൾ കൊടുത്ത ആളുകൾക്കൊക്കെ ഇതിന്റെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വളരെ ഉയർന്നതിനായിരിക്കും നിൽക്കുന്നത്. ഇതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് മനോജ് സാറും ഞങ്ങളൊക്കെ ഇതുപോലെ ഫീൽഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ അന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെക്കാളും കൂടുതലായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ടിപ്പ് നിങ്ങൾക്ക് തരാം. ഇപ്പൊ സാധാരണ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വഴി, പ്രത്യേകിച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള വഴിയാണെങ്കിൽ നമ്മൾക്ക് എന്താ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. ഇപ്പൊ ഒരു ഡ്രൈവ് ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും നല്ല NH ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന NH ഒരു പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല, കാല് വെറുതെ ആക്സിലേറ്ററിൽ കൊടുത്ത് വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അപ്പൊ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, വളരെ സ്മൂത്ത് ആണ്. പക്ഷേ കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ ഒരു കാട്ടിലൂടെയുള്ള ഒരു യാത്ര എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ അലർട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി അലർട്ടായിട്ട് നിൽക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ബിസിനസ്സിനെ കാണരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ സിമ്പിൾ തന്നെയാണ്. സാധാരണ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന പോലെയല്ല. നമ്മൾക്കൊരു വീട്ടിൽ നമ്മളുടെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളോട് നമ്മൾ ഇതിനെപ്പറ്റി ക്യാൻവാസ് അല്ലെങ്കിൽ സംസാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർന്ന് ആകെ കേൾക്കുന്ന ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സാറേ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് മാത്രമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണത്. ഒരു വ്യക്തിയും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ 100% ആളുകളും, അത് എന്റെ അനുഭവം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഫീൽഡിൽ പോയി കഴിയുമ്പോൾ അവിടെ നിന്നൊരു നോ എന്ന് പറഞ്ഞാൽ പൈസ കയ്യിലില്ല, ഞാൻ അടുത്ത ദിവസം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ പൈസ ഇല്ല എന്നുള്ള ഒരു കാരണം മാത്രമാണ്. അല്ലാതെ ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും ഈ ഇത്രയും നാളത്തെ എന്റെ ഏകദേശം അടുത്ത മാസം വരുമ്പോൾ 4 വർഷമാകുമ്പോഴും ഒരാൾ പോലും അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നുള്ള ഇത് എന്നോട് നേരിട്ട് ഞാൻ ഈ ഏകദേശം 3.5 ലക്ഷം ആളുകളുടെ കാര്യം പറഞ്ഞെങ്കിലും
ഇവര് ഒന്നും നേരിട്ട് കണ്ട ആളുകളൊന്നുമല്ല, വളരെ കുറച്ച് ആളുകളായിരിക്കും കണ്ടേക്കുന്നത്. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ എപ്പോഴും ഫീൽഡായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പൊ ഒത്തിരി അനുഭവങ്ങൾ നമ്മൾക്ക് ഇവിടെ കിട്ടുന്നുള്ളതാണ്. എന്തുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു വിജയത്തിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ്. എന്നാൽ ബെറ്റർ ബി ലേറ്റ് ദാൻ നെവർ എന്നാ പറയുന്നത്. കുറച്ച് വൈകിയാണെങ്കിലും നമ്മൾ ഈ ഒരു വിജയത്തിലേക്ക് എത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യം, ബി അവൈലബിൾ. നമ്മൾ ഉണ്ടായിരിക്കുക, അവൈലബിൾ ആയിട്ടിരിക്കുക. പലപ്പോഴും ആളുകളുടെയൊക്കെ ചിന്ത, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്ന് കുറച്ചാളുകളെ കൊണ്ടുവന്ന് കുറെ ആളുകൾ പോയി, അല്ലെന്നുണ്ടെങ്കിൽ സാറേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ബിസിനസ് കയറുന്നില്ല, ഒത്തിരി ഞാൻ തന്നെ ഫീൽഡിൽ തന്നെ പണിയെടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സാറേ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു 2 പേര് വന്നിരുന്നെങ്കിൽ. ഞാൻ പറയുന്നത് നമ്മളുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന ആളുകളല്ല ഇപ്പോ എന്റെ കൂടെ ഉള്ളത് എന്നത് വളരെ തുച്ഛമായ, അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ പലപ്പോഴും പല രീതിയിലൊക്കെ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷെ നമ്മളിലുണ്ടോ എന്നുള്ള ചിന്ത മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ വിജയം വരാൻ നേരത്ത്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇതേപോലുള്ള പ്രതിസന്ധികളും കാര്യങ്ങളും പ്രശ്നം പറഞ്ഞ് നമ്മളിത് വിട്ടു പോവുകയാണെങ്കിൽ ആ ഒരു വിജയത്തിന് നമ്മൾക്ക് ആ ഒരു വിജയം വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി അവൈലബിൾ. കാരണം നമ്മൾ ചെയ്യാനുള്ള ജോലി, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ജോലി, ഇപ്പൊ ഫീൽഡിലായിക്കോട്ടെ, നമ്മളുടെ ടീമിനെ ഹോൾഡ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, ഇവരെ ചേർത്ത് പിടിക്കുന്ന രീതി ആയിക്കോട്ടെ, നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഭാവിയിൽ നമ്മൾക്കൊരു വിജയം വരുമ്പോ ആ ഒരു വിജയം ആഘോഷിക്കാനായിട്ട് നമ്മൾ ഉണ്ടാകണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്ക് ഒരു കാര്യം നിങ്ങളോട് വളരെ ഉറപ്പ് നൽകാൻ സാധിക്കും, നമ്മൾക്ക് ഒരു വിജയം ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഡാർക്ക് സൈഡ് മാത്രമാണ്. ഒരു ഇരുട്ടുണ്ടെങ്കിൽ ഒരു പകലുണ്ടെന്ന് ചിന്തിക്കുക. ഇതെല്ലാം ഒരു നാണയത്തിന്റെ, സന്തോഷവും ദുഃഖവും ഇതൊക്കെ നാണയത്തിന്റെ 2 വശങ്ങളാണ്. നമ്മളിപ്പോ ചില ആളുകൾ ചിന്തിക്കാണ്ട് ഞാൻ ഇവിടെ ജനിച്ചത് അല്ലെങ്കിൽ ദുഃഖത്തിന്റെ കുട്ടിയായിട്ട്, അല്ലെങ്കിൽ ദുഃഖം മാത്രം അനുഭവിക്കാൻ വേണ്ടി, കണ്ണീരിന്റെ മാത്രം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വ്യക്തികൾ. കാരണം അത് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ആന്റി ഉണ്ട്, എന്റെ അമ്മയുടെ അനിയത്തിയാണ്. ഒത്തിരി പ്രശ്നങ്ങൾ പ്രതിസന്ധിയിലൂടെയൊക്കെ വന്നു പോയ വ്യക്തിയാണ്. എപ്പോഴും കണ്ണീര്. അപ്പൊ അവരെപ്പോഴും ഞങ്ങളുടെ പറയുന്നത് കണ്ണീരിന്റെ ആത്മാവിനെയാണ് എനിക്ക് തന്നിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ നിന്ന്. എപ്പോഴും കണ്ണീരിന്റെ ആത്മാവാണ്. ദുഃഖങ്ങൾ, ഇപ്പൊ ഭർത്താവിന്റെ പീഡനങ്ങളാണെങ്കിലും മക്കളായിട്ടുള്ള പ്രശ്നങ്ങളാണ്, എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അവര് കുറെ കഴിഞ്ഞപ്പോ ആധ്യാത്മികമായ വഴിയിലേക്ക് ആയി എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോ അവരുടെ മക്കളൊക്കെ വളരെ ഹൈ ലെവലിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാനഡയിൽ അവർ സെറ്റിൽഡ് ആണ്. മകളായിക്കോട്ടെ, ഇപ്പൊ എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് പിന്നീട് വന്നത്. പക്ഷെ വർഷങ്ങളോളം, എനിക്ക് തോന്നുന്നു ഒരു 10, 20, 30 വർഷത്തിൽ അധികം അവരത്രയും ഒരു പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലൂടെയുള്ള കഠിനമായ യാത്രയായിരുന്നു. പക്ഷെ എന്തൊക്കെ യാത്രയാണെങ്കിലും അവസാനം കൊണ്ടെത്തിച്ചത് ഏറ്റവും വലിയൊരു മനോഹരമായ വീട് പോലും, അന്ന് സ്വന്തമായിട്ട് വീട് പോലും ഇല്ലായിരുന്ന വ്യക്തി ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മേളിലൊക്കെ വാടക കൊടുത്തേക്ക ഒത്തിരി വലിയൊരു ഭവനം ദൈവമായിട്ട് അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അപ്പം അവിടെയൊക്കെ സംഭവിക്കുന്നത്, വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാൻ നേരത്ത് നമുക്കൊന്നെങ്കിൽ വിട്ടുപോകാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം എന്ന് പറഞ്ഞ ലോകത്തിൽ നമ്മൾ തുടച്ചു നീക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വേണ്ടി നമുക്ക് മാറാം എന്നുള്ളതാണ്. പക്ഷെ സുഹൃത്തുക്കളെ, അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പൊ എത്ര പ്രതിസന്ധിയിലൂടെ പ്രശ്നത്തിലൂടെയും നമ്മൾ കടന്നുപോയി, പക്ഷെ വിജയം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഓർക്കാൻ വേണ്ടി മാത്രം ആളുകൾ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ ചിന്തിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടവഴിയിൽ വെച്ച് അല്ലെങ്കിൽ ഇടക്ക് വെച്ചിട്ട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മളെ ഓർക്കാനായിട്ട് ഒരാൾ പോലും ഉണ്ടാകില്ല, നമ്മൾ പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യം. ഇപ്പൊ യൂട്യൂബിലൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് വന്ന് കോടികൾ സമ്പാദിച്ച് വിജയിച്ച വ്യക്തികൾ ഒന്നുമല്ല. ഇല്ലായ്മയിൽ നിന്ന്, തീർത്തും ഇല്ലായ്മയിൽ നിന്ന് 1 രൂപ പോലും കയ്യിലില്ലാതെ വന്ന വ്യക്തികളൊക്കെയാണ് പിൽക്കാലത്ത് അവരവരുടെ സ്ട്രഗിളിങ്ങിലൂടെ, പക്ഷെ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പണിയെടുത്തുകൊണ്ടിരുന്നത്. പലപ്പോഴും നമ്മൾ ഏറ്റെടുക്കുന്നത് നമ്മളെ ചുറ്റുമുള്ള ആളുകൾ എന്തു പറയുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളുടെയൊക്കെ വിഷയം. അവര് പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളല്ല, അവർ നമ്മളെ കുറിച്ച് നെഗറ്റീവ്, സാറ് പറഞ്ഞ് ശരിയായില്ലെങ്കിൽ സാറിനെ കാണാൻ പറ്റില്ല, അല്ലെന്നുണ്ടെങ്കിൽ മാഡത്തിനെ കാണാനായിട്ട് പോരാ, മാഡം സംസാരിക്കുന്നത് ശരിയല്ല, അങ്ങനെ ഒന്നുമില്ല. 100 കണക്കിന് നെഗറ്റീവ് നമ്മളെ കുറിച്ച് പറയുന്നത്. അല്ലെങ്കിൽ സാമ്പത്തികമില്ല, എനിക്ക് മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങളില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഒരു ജ്വലിക്കുന്ന ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോ പലപ്പോഴും സംസാരിക്കുമ്പോൾ, ഞാൻ ആദ്യമൊക്കെ ഒത്തിരി സംസാരിക്കുന്ന ആളുകളല്ല എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്ന വ്യക്തിയല്ലായിരുന്നു. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ പലപ്പോഴും പെർഫോം ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണോ ഈ ഒരു അച്ചീവ്മെന്റ് ഉള്ളത്? ഞാൻ പലപ്പോഴും ഇതുപോലെ ഓരോ വ്യക്തികളൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര ആദരവോടെ ഞാൻ കാണുമായിരുന്നു. ഇപ്പൊ മനോജ് സാറൊക്കെ എത്രയും മനോഹരമായിട്ട് സംസാരിക്കുന്ന, അതുപോലെ ഈ സൂമിൽ സംസാരിക്കുന്ന ഭൂരിഭാഗം ആളുകളും
99% ആളുകൾ വേണ്ട 100% ആളുകളും ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴും എനിക്കതിന് സാധിച്ചില്ലായിരുന്നല്ലോ പണ്ട്. ഞാൻ എന്നാൽ പോലും ഞാൻ കൂടുതൽ ആളുകളെ പല ആളുകൾക്കും എന്നെ സൂമില് വളരെ അപൂർവമായിട്ട് വരുന്ന വ്യക്തി തന്നെയാണ്. ഇതൊരിക്കലും ഒരു ജാട കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനു സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. എന്നെക്കാളും ഭംഗിയായി മനോഹരമായി സംസാരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ഈ ഒരു തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു വ്യക്തിയെ ഇൻഡിവിജ്വൽ ആയിട്ട് എനിക്ക് പൊക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇതുപോലെ ഭയങ്കര പെർഫോം ഒരു സ്റ്റേജിൽ വന്ന് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പെർഫോമൻസിലേക്ക് എനിക്ക് എത്തണമെന്നും അറിയില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, തീവ്രമായിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, രണ്ട് സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോൾ വാട്സപ്പിലൊക്കെ ഒരു വോയിസ് ഇടാനായിട്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നായിരുന്നു. കാരണം ആ ഒരു ഫ്ലോ, ഇപ്പൊ അഭിലാഷ് സാറൊക്കെ എത്ര മനോഹരമായിട്ട് സംസാരിക്കും, അത് ബൈ ബെർത്തൊക്കെ കിട്ടുന്ന. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇന്ന് രാവിലെ MC എടുത്ത സുജാമോൾ ചിലപ്പോൾ ആദ്യം ഇന്ന് ചെറിയൊരു പതർച്ച ചിലപ്പോൾ മനസ്സിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലെ സൂമിൽ വന്നു കഴിയുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ഒത്തിരി നമ്മളുടെ ആശയങ്ങൾ നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളിത് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ നമുക്ക് അത് രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാറിപ്പോകരുത് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്ത് വിഷയമായിക്കോട്ടെ, നിങ്ങളത് അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് വിജയിച്ചേ മതിയാവൂ. എന്റെ ന്യൂനതകൾ എന്നെ ബാധിക്കുന്ന വിഷയമാണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. ന്യൂനതകൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഫീൽഡിൽ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് അതൊരു സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ പറയുന്ന ആശയം കറക്റ്റായിട്ട് കൺവേ ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ സാധിക്കാതെ വരും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കറക്റ്റായിട്ട് സമർത്ഥിക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വരും. ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് നോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ ചിന്തിക്കുക. കൂടുതൽ ആളുകളോട് നമ്മൾ സംസാരിക്കുക. അപ്പോ ആദ്യം പറഞ്ഞതിൽ വ്യത്യസ്തമായിരിക്കുള്ളൂ അടുത്തത്. കാരണം ഓരോ ദിവസവും നമ്മൾ ഇംപ്രൂവ് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഒരാളെ കണ്ടു, രണ്ടാളെ കണ്ടു, മൂന്നാളെ കണ്ടു, ക്ലോസ് ആയില്ല, സെയിൽ ആയില്ല, അപ്പൊ ഇത് എനിക്ക് പറ്റിയ ബിസിനസ് അല്ല, കാരണം എന്നെ കൊണ്ട് സാധിക്കാത്ത പരിപാടിയാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് പിന്മാറിപ്പോകാം. ഞാൻ പറയും സുഹൃത്തുക്കളെ, ഒരു പ്രാവശ്യം വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നാ പറയുന്നത്. കാരണം ഒരു രൂപ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കക്കാരോ ഒന്നും സഹായിക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബയോട്ടോറിയം പോലെ ഇത്രയും മനോഹരമായിട്ടുള്ള നിലനിൽക്കുന്ന ഒരു കൺസെപ്റ്റ് ഇനി വരില്ല എന്ന് എനിക്ക് 100% നിങ്ങളോട് പറയാൻ പറ്റും. കാരണം നമ്മളുടെ രണ്ടുപേരുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ പുറമെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഏത് വ്യക്തിയോടും ധൈര്യസമേതം പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മൾ കൊടുത്ത ഭൂരിഭാഗം ആളുകൾക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾക്കത് ഇപ്പൊ ഈ ഇതിൽ മെസ്സേജ് പലരും പറഞ്ഞത്, സാറേ പ്രൊഡക്റ്റ് ഒന്നല്ലെങ്കിൽ അവർക്ക് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള കുറച്ച് കാരണങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഏത് വ്യക്തിയുടെ അടുത്തും ലെവലേശം സംശയമില്ലാതെ നമുക്ക് അവരെ സമീപിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. രോഗികളുടെ പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ്. രോഗികൾക്ക് വേണ്ട എന്നുള്ളതല്ല. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് അവിടെ ഒരു പ്രമേഹ രോഗി ഉണ്ടായിരിക്കണേ, അല്ലെങ്കിൽ കാലിന് വയ്യാതിരിക്കുന്ന കാല് വേദനയായിട്ടുണ്ടാകുന്ന ആളിരിക്കണേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൈഗ്രെയിൻ ആയിട്ടുള്ള ഒരു കർത്താവെ ഒരു മെഴുകുതിരിയൊക്കെ ചില ആൾക്കാർ കത്തിച്ചിട്ടായിരിക്കും ഒരു വീട്ടിലേക്ക് കയറുന്നത്. എന്റെ സുഹൃത്തുക്കളെ, ഈ അസുഖമില്ലാത്ത ഒത്തിരി സമൂഹ ആളുകള് നമ്മുടെ കൂടെ ഉണ്ട്. ഇവർക്കൊന്നും ചിലപ്പോൾ അസുഖം ആർക്കും വരാതിരിക്കട്ടെ എന്ന് പറയുന്നതാണ്. അസുഖം ഇല്ലാത്ത വ്യക്തികൾക്കാണ് ഈ പ്രൊഡക്റ്റ് ഏറ്റവും ബെറ്റർ എന്ന്, അല്ലെങ്കിൽ അതിന്റെ ഗുണഗണങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും ഇതിനോടൊരു താല്പര്യമാകും എന്ന് പറഞ്ഞത്. കാരണം ഇതിന് ഞാൻ 1-2 കമന്റുകൾ കണ്ടത്, എനിക്ക് പ്രത്യേകിച്ച് രോഗമൊന്നും ഇല്ലല്ലോ. ഈ രോഗമില്ല എന്ന് തിരിച്ചറിയുന്നത് പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ടെസ്റ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്. അല്ലാതെ നമ്മൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം എന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ശരീരം നമ്മളെ പല രീതിയിൽ അത് കാണിച്ചു തരുമെങ്കിലും ഇതൊക്കെ തിരിച്ചറിയുന്നത് ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ പല ടെസ്റ്റുകളിലൂടെയൊക്കെയാണ്. എന്നാലും മാത്രം നോക്കൂ, പക്ഷെ നാളെ നമുക്ക് അസുഖം വരില്ല എന്ന് പോലും പലപ്പോഴും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഈ പ്രൊഡക്റ്റിന്റെ സാധ്യത. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരും മരിക്കില്ല എന്നൊന്നും നമ്മൾ അവകാശപ്പെടേണ്ട കാര്യമില്ല. അസുഖങ്ങൾ ഇപ്പൊ നോർമലായിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളിലായിട്ട് കഫക്കെട്ടിന്റെ പ്രശ്നങ്ങളുണ്ട്. ഏകദേശം 4 വർഷമായിട്ട് 4 വർഷമാകുമ്പോൾ ഈ പ്രൊഡക്റ്റ് അന്നും ഇന്നും ഹൃദയത്തോട് അല്ലെങ്കിൽ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. എനിക്കും എന്തെങ്കിലും ചെറുതായിട്ട് ചിലപ്പോൾ ഒരു ജലദോഷമായിരിക്കാം, സ്വാഭാവികമായിട്ട് വരും.
അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാനും ഒരു മനുഷ്യനാണെന്നുള്ളത്. പക്ഷെ നമ്മളിൽ പലരും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസുഖവും വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബയോടോറിയത്തിന്റെ സാധാരണ ലോക്കൽ ഭാഷ പറയാം അമ്മക്ക് വിളിക്കുന്ന രീതി ഒരിക്കലും ചെയ്യരുത്. കാരണം ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ നമുക്ക് വരാം. മേജറായിട്ടുള്ള ഒരു കേസ് ഞാൻ ഇതിന്റെ ഏറ്റവും ഒരു സാധ്യത പറയുന്നത് അഭിലാഷ് സാർ വ്യക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹം 28,000 രൂപ ഒരു വർഷം കൊടുത്തിട്ട് മെഡിക്ലെയിം എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം 20,000 മുടക്കിയിട്ട് ഞാനും എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വർഷങ്ങളായിട്ട് ഇത് ചെയ്ത് ഈ മെഡിക്ലെയിം എടുത്ത് നമ്മളിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. പലപ്പോഴും അപ്പൊ ഭാര്യ ചോദിക്കും എന്തിനാണ് ആവശ്യമില്ലാതെ ഈ പൈസ അവിടെ കൊടുക്കുന്നതെന്ന് ചോദിക്കും. കാരണം ഇതേവരെ ഒരു ഹോസ്പിറ്റലിൽ പോകാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല ചേട്ടാന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ദൈവമേ അങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കട്ടെ. ഇത് എടുത്തു വെക്കുന്ന ഒരു പ്രിക്കോഷനാണ്. നമ്മൾ ഹെൽമെറ്റ് എടുത്തു വെക്കുന്നത് ആക്സിഡന്റ് ആയിട്ട് തല പൊട്ടും എന്ന് വിചാരിച്ചിട്ടല്ല. ഇത് ഒരു പ്രിക്കോഷനാണ്, വരാതിരിക്കട്ടെ, അതിനുവേണ്ടി തന്നെയാണ്. പക്ഷെ ഈ ബയോട്ടർ ഉപയോഗിച്ച സമയത്തൊക്കെ ഒരു സമയത്ത് പോലും ഹോസ്പിറ്റലിന്റെ പടിവാതിലിൽ കയറേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണം എന്ന് പറയാനുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇപ്പൊ അഭിലാഷ് സാറും എല്ലാവരും മനോജ് സാറൊക്കെ ആയിട്ട് നമ്മൾ MD ആയിട്ട് സംസാരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരി ദീപാവലിക്ക് ശേഷം ഒത്തിരി പ്രഖ്യാപനങ്ങളാണ് വരാൻ പോകുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളല്ല. നമ്മൾ കമ്പനിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ 100% സത്യസന്ധമായി ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കൂടെയുള്ളത്. 2, നമ്മൾക്ക് പലപ്പോഴും ലക്ഷങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം 50 ലക്ഷം കിട്ടിയ ആളുകളൊക്കെ വളരെ കൂളായിട്ട് നടക്കുന്നതായിട്ടാണ് ഞാൻ നമ്മളുടെ കമ്പനിയിൽ കാണുന്ന ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്. മറ്റുള്ള കമ്പനികൾക്ക് ഇപ്പൊ ചില കമ്പനികൾക്ക് 10,000 രൂപ ഒരു പാക്കേജ് എടുത്താൽ അവരെ സ്റ്റേജിൽ കയറ്റി അഭിനന്ദിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേജിൽ കയറ്റി അവർ ഭയങ്കര സംഭവമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന പല രീതികളും കണ്ടെന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. മറ്റേത് ഏച്ചു കെട്ടി, കാരണം ഇല്ലാത്ത സംഭവം ഉണ്ടെന്ന് പൊലിപ്പിച്ച് കാട്ടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ പറയുന്നതല്ല 100% സത്യസന്ധമായ കാര്യങ്ങളാണ്. ഫീൽഡിൽ ഒരു തരത്തിലുള്ള നെഗറ്റീവുകളോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ മോശമായ രീതിയിൽ ഒന്നും നമ്മൾ ഫീൽഡിൽ പറയാതിരിക്കുക എന്നുള്ള നെഗറ്റീവ് കമന്റുകൾ ഒന്നും വേണ്ട. എല്ലാം പോസിറ്റീവായിട്ട് കാണുക. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ലൈഫിലുണ്ടാകും. ഇപ്പൊ ഇന്നലത്തെ പ്രോഗ്രാം രമേശ് സാർ എത്രയോ മനോഹരമായിട്ട്, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാം. സാധാരണ ഏത് കോർപ്പറേറ്റ് ട്രെയിനർ ആണെന്നുണ്ടെങ്കിലും ഇവര് പൈസ നമ്മളുടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ ഒരു പ്രൊഡക്റ്റും അവർ ഉപയോഗിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ ഒത്തിരി ഇതുപോലെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങൾ നടത്താൻ പൈസ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഏകദേശം ഒരു 6 വർഷമായിട്ട് സ്വന്തമായിട്ട് കമ്പനി നടത്തിയത് കൊണ്ട് ഇതേപോലെ കോർപ്പറേറ്റ് ട്രെയിനികളെ ഒത്തിരി പേരെ നമ്മളിങ്ങനെ പൈസ കൊടുത്തു. പക്ഷെ എന്നാൽ പോലും ഇവരാരും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ എനിക്ക് രമേശ് സാറിന്റെ പ്രത്യേകിച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കാനുള്ളത് നമ്മളുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഉപയോഗിക്കുന്ന വ്യക്തി തന്നെയാണെന്നുള്ളതാണ്. തീർച്ചയായും നമ്മുടെ വിനേഷ് സാറിനായിരിക്കും ആ പ്രൊഡക്റ്റ് ഒക്കെ അദ്ദേഹത്തിലൂടെ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന് പ്രത്യേകം ഒരു നന്ദിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആത്മവിശ്വാസത്തിലൂടെയാണ് ഇവര് നമ്മൾക്ക് ഈ ഒരു പ്രോഗ്രാമിലൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് സംസാരിക്കുന്നതും ഉപയോഗിക്കാതെ സംസാരിക്കുന്നതും അജഗജാന്തര വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളുടെ കമ്പനി തന്നിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോർ പവർ ഞാൻ 8-9 മാസം, കാരണം സ്റ്റാർട്ടിങ് തുടങ്ങിയ പ്രൊഡക്റ്റ് നമ്മളുടെ മാർക്കറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത അന്ന് തുടങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിന്റെ മാറ്റം എല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാം 100% നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 100% നോർമൽ. അതുകൊണ്ടാണ് നമ്മൾക്ക് കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചില ആളുകൾ പറഞ്ഞാൽ ആംബുലൻസ് തടഞ്ഞെത്തി അതി കിടക്കുന്ന ആളുകൾക്ക് നമ്മുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുക എന്നുള്ള രീതി അല്ല, മറിച്ച് അത് കോൺഫിഡൻസോടുകൊണ്ട് പറയുന്നതാണ്. കോൺഫിഡൻസ് കൂടുമ്പോൾ നമുക്ക് ഏത് വ്യക്തിക്കും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു രീതി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ കമ്പനിയിൽ വരുന്നതാണ്. അതെല്ലാം 100% നമ്മുടെ ഫീൽഡിന് അനുയോജ്യമായ രീതിയിൽ ഇതിന്റെ കിറ്റുകൾ വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഡെയിലി ഉപയോഗിക്കുന്ന ആവശ്യങ്ങളുടെ ഒരു കിറ്റ് ഉണ്ടാവും. അതിൽ മെയിനായിട്ട് ഒത്തിരി കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പേസ്റ്റ് ആയിക്കോട്ടെ, ഇതേപോലെയുള്ള സാധനങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന വ്യക്തികൾ അതാവുമ്പോൾ എന്താ പറയുക തീരുമ്പോൾ അടുത്തത് അവർ വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ 100% സത്യസന്ധമായ പ്രൊഡക്റ്റുകളാണ്, 100% റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റുകളാണ്. അതേപോലെ തന്നെ യൂട്യൂബിലായിക്കോട്ടെ, അതുപോലെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും വളരെ വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇന്നത്തെ ഒരു പ്രോഗ്രാം സൂമില് മനോജ് സാറിനെ പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ എന്നെ വിളിച്ചത്. രാവിലെ 6 മണിക്കാണ് മനോജ് സാർ എന്നെ വിളിച്ച് പറഞ്ഞത് ഇന്നത്തെ ക്ലോസിംഗ് ചെയ്യണം. ഓക്കെ സാർ, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് കയറിയത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാലിനെ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് മദൻലാലിനെ കണ്ട ഒരു പ്രതീതിയായിരിക്കാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ലാല് അതിന്റെ ബാക്കിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ.
അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ പറയുന്നത് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരും ഇതിലിരിക്കുന്ന ഓരോ വ്യക്തികളും ഇനി വരാൻ പോകുന്ന വ്യക്തികളും 1 കോടി എന്നുള്ള ആ ഒരു മാജിക് ഫിഗറിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എനിക്ക് ആ ഒരു എമൗണ്ടിലേക്ക് എത്താൻ സാധിച്ചെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയുമാണ് ഈ ഒരു വിജയത്തിന് അവകാശി എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സാർ. എന്തായാലും തൊട്ടടുത്ത ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ഡാനി സാറിന്റെ ഒരു ഫുൾ ഡേ പ്രോഗ്രാം നമുക്ക് ഉണ്ടാവും. അപ്പൊ സാറിന്റെ ഇന്നലെ നമ്മൾ ആദരിച്ചതിന്റെ ഫോട്ടോസ് ആണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഡാനി സാർ സംസാരിക്കില്ല എന്ന് സ്വയം പറയുകയും നന്നായി സംസാരിക്കുകയും ചെയ്യുന്ന ആള് കൂടിയാണ്. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഇതിപ്പോ എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണും. എനിവേ, നമ്മുടെ ഇത്രയും നേരം ഈ സൂമിൽ ഇരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വാക്കുകൾ കേൾക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡാനി സാറിന്റെ വാക്കുകൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം അദ്ദേഹം ഒരു അച്ചീവർ ആണ്. എങ്ങനെ എന്തെല്ലാം ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതിലെല്ലാം പിന്നിലും നമ്മൾ ഇന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്, ഫോളോ അപ്പ് എന്നുള്ളത്. കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹം ഈ ഫോളോ അപ്പിന്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. അതേ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നലെ പ്രോഗ്രാമിന് വന്ന ആളുകൾ, നമ്മുടെ കൊച്ചിയിൽ പ്രോഗ്രാമിന് വന്ന ആളുകൾ മുഴുവൻ ആളുകളും നമ്മുടെ ഡ്രീംസ്, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ഭാവി പരിപാടികളൊക്കെ എല്ലാം പ്ലാൻ ചെയ്യണം. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ, ചില ആളുകൾക്ക് ഇന്ന് സൂമിൽ കയറാത്ത ആളുകളുണ്ട്. അപ്പൊ ഇന്നലെ വന്ന ആളുകളെ മുഴുവൻ ആളുകളെയും നേരിട്ട് പോയി കണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി കൃത്യമായ രീതിയിലേക്ക് നമുക്ക് അതിന്റെ ഫോളോ അപ്പ് കൂടി, നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഫോളോ അപ്പ് കൂടി, നമ്മൾ ഇനി 2 ഡേ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്, ഒട്ടനവധി പ്രോഗ്രാമുകൾ ഇതിനെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും നമ്മൾ ഈ ഒരു യാത്രയിൽ തന്നെയായിരിക്കും ഉള്ളത്. നമ്മളൊരു കുടുംബമായി എല്ലാവരും വിജയിക്കണം. ഡാനി സാർ വിജയിക്കുന്നത് കൊണ്ടോ മനോജ് സാർ വിജയിക്കുന്നത് കൊണ്ടോ അതെല്ലാം നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ കുടുംബത്തിന്റെ അത്താണികളാണ്. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന വരുമാനം എത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇത് റിയാക്ഷൻസിൽ ഈ ലവ് ചിഹ്നം ഇടാൻ കഴിയുന്നത്. ആ ലവ് ചിഹ്നം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരണം. അങ്ങനെ വരുത്താനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള സംഗതികളൊക്കെ റെഡിയാക്കുന്നുണ്ട്. എന്തായാലും എന്റെ വാക്കുകൾ നിർത്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട MC-യിലേക്ക് കൈമാറിക്കൊണ്ട് താങ്ക് യു. വാട്സാപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അഭിലാഷ് സാറിന്റെ വാട്സാപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിപ്പോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു. നമ്മുടെ ഈ ഫാമിലിയിൽ നിന്ന് 1 കോടി അച്ചീവ് ചെയ്ത ഡാനി സാറിന് ഈ ഫാമിലിയിൽ നിന്നുള്ള എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം കൈകാര്യം ചെയ്ത ഫോളോ അപ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലധികം പറഞ്ഞു തരികയും ചെയ്ത അഭിലാഷ് സാറിന് എന്റെ പേരിലും ഈ ഫാമിലിയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. വളരെ സന്തോഷത്തിലാണ് ഞാൻ. കാരണം എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഡാനി സാർ ഇന്നലെ 1 CR അച്ചീവ് ചെയ്തു. വളരെ സന്തോഷമാണ്. ഇന്നലെ ആ പ്രോഗ്രാം സെന്ററിൽ പെട്ടെന്നാണ് അവിടെ ഒരു ഇടിവെട്ട് വന്നതുപോലെ ടക്കാൻ എന്നും പറഞ്ഞിട്ട് 1 കോടി അച്ചീവ് ചെയ്ത ആ വിവരം അനൗൺസ് ചെയ്തത്. അത് ലീഡേഴ്സ് എല്ലാം തന്നെ രഹസ്യമായി വെച്ചതായിരുന്നു. അവിടുന്ന് നമുക്കത് അനൗൺസ് ചെയ്യാന്ന് വെച്ചിട്ടാണ് തീരുമാനിച്ചിരുന്നത്. പലർക്കും അത് അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. എന്നാൽ നമുക്കറിയാം, അദ്ദേഹം ഞാൻ പറഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 1 CR അച്ചീവ് ചെയ്യുന്ന ഞാൻ പല പ്രോഗ്രാം സെന്ററിലും പറഞ്ഞിട്ടുണ്ട്. ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, വിരലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. എന്തുകൊണ്ട് സാധിച്ചു? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഡാനി സാറിന് എന്തുകൊണ്ട് സാധിക്കും? അല്ലേ? അപ്പൊ ഡാനി സാറ് ഞാനൊക്കെ തുടക്കത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. കാരണം അന്ന് റിസൾട്ട് ഇല്ല, വാങ്ങിച്ച ആളുകളില്ല, കിട്ടിയ റിസൾട്ടുകളില്ല. ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് ഈ തിയറിയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയാ, ഒരു ആർജവം കൊണ്ട് മാത്രം, മനസ്സിലായി, ഒരു കോൺഫിഡൻസ് കൊണ്ട് മാത്രം പടവെട്ടി മുന്നേറിയ ആളുകളാണ് ഞങ്ങളൊക്കെ. അന്ന് കൂടുതൽ ആളുകൾ കളിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് റിസൾട്ട് വന്നപ്പോ സ്വാഭാവികമായിട്ടും
വളരെ സിമ്പിൾ ആണ് ഇന്നത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു, ഞങ്ങൾ എടുത്ത സമയമൊന്നും വേണ്ട യഥാർത്ഥത്തിൽ ഇനി 1 CR അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക്. കാരണം ഇവിടെ നല്ലൊരു അടിപൊളി നാഷണൽ ഹൈവേ വെട്ടിക്കഴിഞ്ഞിരിക്കും അല്ലെ. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അച്ചീവറായി മാറുന്നില്ല എന്ന് നിങ്ങളൊരു സ്വയം ഒരു ആത്മപരിശോധന നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അതിന് തയ്യാറായാൽ, മാനസികമായിട്ട് തയ്യാറായാൽ, അതാണ് ഇന്നത്തെ അവിടുത്തെ ട്രെയിനിങ് പ്രോഗ്രാം അല്ലെ. നമ്മൾ ഇന്നലെ അവിടുത്തെ അറബിക്കടലിൽ ഇങ്ങനെ കയറി വന്നിടക്കായിരുന്നു ഇന്നലത്തെ ആ പ്രോഗ്രാം സെന്ററിലേക്ക് ആളുകൾ ഇടിച്ചു കയറി എന്നുള്ളതാണ്. എത്ര ആളുകൾ വന്നത്, നമ്മളൊരു 100-120 പേർക്കാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ അവസാനമാകുമ്പോൾ പേര് രജിസ്റ്റർ ചെയ്യാത്ത ആളുകളും ബുക്ക് ചെയ്യാത്ത ആളുകളൊക്കെ ഇങ്ങനെ വരിക. അവസാനം എന്തായാലും വളരെ അടിപൊളിയായിട്ടൊരു പ്രോഗ്രാം ആയിരുന്നു, എല്ലാം അറേഞ്ച് ചെയ്തു. ആ ഒന്നിനും ഒരു പരാതി ഉണ്ടായിട്ടില്ല. അതിന്റെ മെയിൻ ആയിട്ടുള്ള കൺഗ്രാജുലേഷൻ പോകുന്നത് നമ്മുടെ അഭിലാഷ് സാറിനും ഡാനി സാറിനും. കാരണം നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അഭിലാഷ് സാറാണ്. അവിടെ ഒരാൾക്കും ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ ഇല്ലേ 120 പേർക്ക് ഭക്ഷണം ബുക്ക് ചെയ്തിട്ട് 150 പേർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ അല്ലേ. അപ്പോഴൊക്കെ വീണ്ടും വിളിച്ച് അറേഞ്ച് ചെയ്ത് ഓൺ ദ സ്പോട്ടിൽ അടിപൊളിയായ ഭക്ഷണം ബിരിയാണിയാണ് കൊടുത്തത്. വെജും ഉണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ആ ഹാള് വിട്ടിട്ട് ആളുകൾ പോകുന്നില്ല എന്നുള്ള. അവസാനം ചായ ഉണ്ടായിരുന്നു, കടിയുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആളുകൾക്ക് പോകാൻ താല്പര്യമില്ല. ദൂരത്തേക്ക് പോകേണ്ട ആളുകളൊക്കെയാണ് കുറച്ച് പോയത്. എന്നാലും ബാക്കിയുള്ളവരൊക്കെ അവിടെ തിങ്ങിക്കൂടി ഇരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മളൊരു മാനസിക തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ രമേശൻ സാറിന് ആ പ്രോഗ്രാമിലൂടെ സാധിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ഇനി വരുന്ന ആളുകൾക്ക് ഇത്രയൊന്നും സമയം വേണ്ട. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ അച്ചീവറാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് പ്രോഗ്രാം സെന്ററിൽ സജീവമാകുക. ഇതുപോലെ ട്രെയിനിങ് സെക്ഷൻ എവിടെയുണ്ടോ അവിടെ നിങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ട്രെയിനിങ്ങുകളാണ് നമ്മളെ ബ്രെയിനെ ഉയർത്തുന്നത്. നമ്മളെ ബ്രെയിനാണ് നമ്മുടെ പരാജയത്തിന്റെയും വിജയത്തിന്റെ അടിസ്ഥാന കാരണം. അതിന് എന്തൊക്കെ ചെറിയ ചെറിയ ട്യൂണിങ് മാത്രമേ വേണ്ടുള്ളൂ, ചെറിയ ചെറിയ ഷിഫ്റ്റുകൾ മാത്രമേ വേണ്ടുള്ളൂ. അത് ഇതുപോലുള്ള ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ ജില്ലകളിലും ഈ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതാത് കോർ ലീഡേഴ്സ് എവിടെയാണോ പ്രോഗ്രാം വേണ്ടതെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തിട്ട് അറിയിക്കുക നേരത്തെ. അപ്പൊ ഇതൊരു ദിവസം കൊണ്ടൊരു മോട്ടിവേഷണൽ ട്രെയിനർ വന്ന് സംസാരിച്ചു പോകുന്ന രീതിയല്ല അദ്ദേഹത്തിന്റെ. അദ്ദേഹത്തിന്റെ ഒരു ജീവിത യാത്രയിൽ നമ്മുടെ കൂടെ അങ്ങേയറ്റം വരെ അദ്ദേഹം ഉണ്ടാവും. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് രാത്രി 9:15 സാറിന്റെ ഒരു സൂം സെക്ഷൻ ഉണ്ടാവും അല്ലേ. പുതിയ പുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അറിവുകൾ, ബിഗ് തിങ്കിങ്. വലുതായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് വളരാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ചെറുതായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ബിഗ് തിങ്കിങ് ആണ് നമ്മളെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുക. അപ്പൊ ആ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പുസ്തകം എല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല എല്ലാവർക്കും. അപ്പൊ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ് വലുതാവും, വലിയ വലിയ ചിന്തകൾ ഉണ്ടാവും, വലിയ വലിയ ആശയങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താവും, നമുക്ക് വലിയ വലിയ വിജയങ്ങൾ നേടാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ യാത്രയിലുണ്ട് അദ്ദേഹം. ഇത് കഴിയുമ്പോഴേക്ക് ഹെൽത്ത് അവയർനെസിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടാവും. അത് കഴിഞ്ഞ് മെന്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു 1 day ട്രെയിനിങ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ സാറ് തന്നെ പങ്കെടുക്കുന്ന 2 day വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും. ഇതിലുള്ള നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലേക്ക് വളർത്തിയെടുത്ത് ഉയർച്ചയിലേക്ക് കൊണ്ടുപോയി സാമ്പത്തിക സാമൂഹിക അഭിവൃദ്ധിയിലേക്ക് ഒരു നന്മയുള്ള ആളുകളുടെ വലിയൊരു കൂട്ടായ്മയിലേക്ക്, പരസ്പരം സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നമ്മൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് പാട്ടോറിറ്റി. അതാണ് ഇപ്പൊ നിങ്ങൾ ആരും ഒറ്റക്കല്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ. ഇത്രയും നാള് നമ്മൾ ഒറ്റക്കാണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ ആരും ഒറ്റക്കല്ല, നമ്മൾ ഒരുമിച്ചാന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഡാനി സാർ 1 CR അച്ചീവ് ചെയ്തു, വളരെ സന്തോഷം. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഓരോരുത്തരും ഇന്ന് ഡേറ്റ് കുറിക്കണം. ഞാനിത് 3-ാം തീയതി 1 CR അച്ചീവ്. സത്യൻ സാറേ, മനസ്സിലായ, ഭഗത് സാറെ, കുറച്ച് മുഖങ്ങൾ കാണുന്നുണ്ട് കൊണ്ട് ഞാൻ വിളിച്ചുള്ളൂ. അമിത മേഡം, അമിതയൊക്കെ അടിപൊളിയായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ലീഡറാണ്. മനസ്സിലായ? സാധിക്കും. കാരണം നമ്മുടെ പുതിയ പ്ലാനും റീപർച്ചേസ് വന്നിട്ട് ഇന്ന് നിങ്ങൾക്കൊരു ഡേറ്റ് കുറിക്കാൻ വേണ്ടി സാധിക്കും. മനസ്സിലായ? എന്നിട്ട് വേണം ഈ പ്രോഗ്രാം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇറങ്ങാൻ കൊണ്ട് 24 hours അങ്ങോട്ട് അടിക്ക് കാറ്റ്. അപ്പം അച്ചീവറായി മാറിക്കോളും. അപ്പോ അതേപോലെ തന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വേറൊരു സുഹൃത്താണ് നമ്മുടെ ഷാജി സാർ, കാലിക്കറ്റ് ഇല്ലേ. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു എനിക്ക്. അദ്ദേഹം വരും ദിവസങ്ങളിൽ 1 CR അച്ചീവ് ചെയ്യാൻ വേണ്ടി പോവാം. അതിലുപരി അദ്ദേഹം ഈ പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് തന്നെ അല്ലേ, അദ്ദേഹം കൊണ്ടുവന്ന കഥയൊക്കെ എല്ലാവർക്കും അറിയാം. സമയത്ത് തന്നെ അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു എനിക്ക് നല്ലൊരു വീട് വേണം എന്നുള്ള കാര്യം. അങ്ങനെ നല്ലൊരു വീട് പ്ലാൻ ചെയ്തു. 4000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പ്ലാൻ ചെയ്തു. അതിന്റെ പണി തുടങ്ങി. തറ പണിയുന്നതിന് മുമ്പ് അദ്ദേഹം അതിന്റെ ഇനാഗുറേഷന്റെ ഡേറ്റ് തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. October 26. മനസ്സിലായ? അപ്പൊ October 26 എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്. ഇന്ന് വെള്ളിയാഴ്ച, വെള്ളി ശനി ഞായർ, നാളെ ഒരു ദിവസമേ ഉള്ളൂ. ഞായറാഴ്ച എല്ലാ ബയോട്ടോറിയം കുടുംബാംഗങ്ങളെയും ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്.
എല്ലാവർക്കും വരാട്ടോ അവിടെ. എന്നെ ക്ഷണിച്ചില്ല, എന്നെ വിളിച്ചില്ല, എനിക്ക് കത്ത് കിട്ടിയില്ല ഒന്നും പറയണ്ട. കുടുംബത്തിലേക്കാണ്, എല്ലാവർക്കും വരാം. കോഴിക്കോട് വന്നിറങ്ങുക, ട്രെയിനായാലും ബസ്സിനായാലും അവിടുന്ന് ചെറുകുളം എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയ എഴുതിയെടുത്തോളൂ, ചെറുകുളം മനസ്സിലായില്ലേ? ചെറുകുളത്ത് നിന്ന് അങ്ങോട്ട് വലിയൊരു എന്താ പറയുക, ഒരു ഘോഷയാത്രയായിരിക്കും ബയോട്ടോറിയത്തിന്റെ അങ്ങോട്ട്. ഒരു സംശയം വേണ്ട, എല്ലാവരും ഒരു 11 മണിയോടുകൂടി അവിടെ എത്താൻ ശ്രമിക്കുക. 11-11:30 മണിയോടുകൂടി. കാരണം ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം എല്ലായിടത്തും മഴയുണ്ട്. അതുകൊണ്ട് ഒരു 11-11:30 അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ഘോഷയാത്രയായിട്ട് ബയോട്ടോറിയൻ ലീഡേഴ്സ് എല്ലാം അങ്ങോട്ട് പോകും. ചെറുകുളം ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുക. അവിടുന്ന് നമ്മൾ അങ്ങോട്ട് 1-1.5 കിലോമീറ്ററുകൾ അങ്ങോട്ട്. കാറിന് പോകേണ്ടവർക്ക് കാറിന് പോവാ, ബൈക്കിന് പോകേണ്ടവർക്ക് ബൈക്കിന് പോവാ, നടന്നു പോകേണ്ടവർക്ക് നടന്നു പോവാ. വലിയൊരു മഹോത്സവമായിട്ട് മാറും നാളത്തെ ഞായറാഴ്ചത്തെ പ്രോഗ്രാം. അവിടെ ഒരാൾ പോലും വിട്ടു നിൽക്കരുത്, ഒരാളും എക്സ്ക്യൂസ് ഉണ്ടാകരുത്. അവിടെ വന്ന് അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് എല്ലാം കൂടി കഴിയുമ്പോൾ നിങ്ങളിലേക്കും നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള വലിയ ഭവനം നിങ്ങൾക്കും ഈശ്വരൻ പ്രദാനം ചെയ്യും. കേട്ടില്ലേ? അതുകൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്നവര്, ചെറിയ വീടുള്ള ആളുകൾ ഒക്കെ അവിടത്തേക്ക് വരൂ. അത് നേരിട്ട് കണ്ട്, ബയട്ടോറിയത്തിന്റെ പണമാണത്, മനസ്സിലായോ? വേറൊന്നുമല്ല, ബയട്ടോറിയത്തിലൂടെ നേടിയ പണമാണ്. അതിന്റെ അനുഭവം, ആ ഫീലിങ്സ്, അതാണ് ഫീലിങ്സ് ആണ് നമ്മളെ സക്സസിലേക്ക് എത്തിയാവുന്നതാണ് അല്ലെ? ആ ഫീലിങ്സ് നിങ്ങൾ തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കി വരണം. ഒരിക്കൽ കൂടി ഞാൻ ഹാർദമായിട്ട് എല്ലാവരെയും ഞായറാഴ്ച നടക്കുന്ന അദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗ് പ്രോഗ്രാമിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ആരും വരാതിരിക്കേണ്ട, മനസ്സിലായ? ഇനി ഷാജി സാർ വിളിച്ച്, ഷാജി സാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ ഉണ്ടായെന്ന് വരില്ല അല്ലെ? ഇന്നലെ കോഴിക്കോട് പ്രോഗ്രാമിലൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ക്ഷണിച്ചിരുന്നല്ലോ, അവിടുത്തെ ലീഡേഴ്സ് ക്ഷണിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കും പോലെ നിങ്ങൾ ക്ഷണിക്കുന്നു. ആരും പഠിച്ചു നിൽക്കേണ്ട, എല്ലാവർക്കും വരാം, വേണമെങ്കിലും വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞായറാഴ്ച നമുക്ക് അവിടെ കാണാം. എന്തായാലും ഒരിക്കൽ കൂടി നമ്മുടെ ഡാനി സാറിന് വിജയാശംസകൾ നേർന്നുകൊണ്ട്, അദ്ദേഹത്തിന് നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ട്, ഇത് ഇല്ലാതൊന്നും പറയണ്ട. ഇന്നൊക്കെ അടിപൊളിയായിട്ടാണ് സംസാരിച്ചത്. അടുത്ത ദിവസങ്ങളിലൊക്കെ ഡാനി സാറായിരിക്കും നമ്മളെ പ്രോഗ്രാം കൺക്ലൂഡിംഗ് സെഷനൊക്കെ വരിക. അതുകൊണ്ട് നാളെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സെഷൻ ഉണ്ടാവും, എങ്ങനെ അദ്ദേഹം ബയോട്ടോറിയത്തിൽ വിജയിച്ചു എന്നുള്ളത്. അപ്പൊ ഇതിൽ തന്നെ നമുക്കൊരു ആവേശം ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കണം, മനസ്സിലായ? എനിക്കും ഇത് സാധിക്കുന്ന ഒരു ആവേശം നിങ്ങൾക്ക് ഇവിടെ കേട്ട ആളുകൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കണം. അതിനൊരു ഡേറ്റ് കുറിച്ചുകൊണ്ട് ആവേശത്തോടെ കൂടുതൽ ആളുകളിലേക്ക് പോകാനും, വിജയത്തിന്റെ ഒരു ഡേറ്റ് കുറിച്ചുകൊണ്ട് ഷാജി സാറിനെ പോലെ 4000 സ്ക്വയർ ഫീറ്റ്, 5000 സ്ക്വയർ ഫീറ്റ് അല്ലെ, ഇനി 10000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 10000 സ്ക്വയർ ഫീറ്റിന്റെ വീട് ഞാനിത് ഇത്ര നാൾ കൊണ്ട് പണിയും വണ്ടി എടുക്കും എന്നുള്ള ഒരു വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പറന്നുയരാൻ വേണ്ടി സാധിക്കട്ടെ. അതിനുള്ള ഊർജ്ജവും ശക്തിയും ആവേശവും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്. താങ്ക് യു സർ.